സാധാരണ ഈ നിങ്ങൾ ഈ ജെൻസി ആയിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഇപ്പോഴത്തെ വലിയൊരു ബഹുമാനമായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകമാസകലം ക്ഷുഭിത യൗവനങ്ങൾ വലിയ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നിലവിലുള്ള വ്യവസ്ഥിതികളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുക. നേപ്പാളിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേപ്പാളിൽ വലിയ തോതിൽ യുവാക്കളുടെ വിപ്ലവം നടക്കുകയാണ്. നേരത്തെ ബംഗ്ലാദേശിലുണ്ടായിരുന്നു, അതിനുമുമ്പ് മ്യാൻമറിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല രാജ്യങ്ങളിലും ഗൗരവമായിട്ട് യുവാക്കൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പൊതുവെ ക്ഷുഭിത യൗവനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ഷുഭിത യൗവനങ്ങളോട് കാര്യം ജേർണലിസത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് പോലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളിരിക്കുന്നു, നമുക്ക് മുന്നിൽ 5-6 ആളില്ലാത്ത കസേരകളുണ്ട്, ഇപ്പുറത്ത് ഞാനുണ്ട്. ഈ ആളില്ലാത്ത കസേരകളുടെ അകലം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് വിചാരിക്കുന്നത്. പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഭൂമിക്ക് കീഴിൽ ജേർണലിസത്തെക്കുറിച്ചൊക്കെ എന്തും പറയായിരുന്നു. പക്ഷേ ഇതിനകത്തൊരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് കുറച്ച് ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പോകാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു കുറച്ച് കമ്മ്യൂണിക്കേറ്റീവായിട്ട് ചെയ്താൽ കുറച്ച് നന്നാവുമെന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ ലോകത്ത് ഈ മനുഷ്യന് ഒരു ആത്യന്തികമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ളൊരു ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ സിനിമയായാലും സീരിയലായാലും കഥകളായാലും പുരാണങ്ങളായാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായൊരു കാര്യം മറ്റുള്ളവരുടെ ഒരു കഥ അറിയുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ലോകത്തെ ആദ്യത്തെ റിപ്പോർട്ടർ ആരായിരിക്കും? നിങ്ങൾ ലോകത്തെ ആദ്യ റിപ്പോർട്ടർ ആരായിരിക്കും? നമ്മൾ ഈ പുരാണങ്ങളിൽ നാരദൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ നാരദനായിരുന്നു കൈലാസത്തിലെ കാര്യങ്ങൾ വൈകുണ്ഠത്തിലെ കാര്യങ്ങൾ കൈലാസത്തിലൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന അന്നത്തെ കാലത്തെ ആദ്യത്തെ കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. പിന്നെ നമ്മൾ ഭഗവത്ഗീത മഹാഭാരതത്തിൽ ഒരു സഞ്ജയനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ സഞ്ജയൻ ഉവാച എന്ന് പറയുന്നുണ്ടല്ലോ. കണ്ണു കാണാത്ത ധൃതരാഷ്ട്രരെ എന്താണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് സഞ്ജയനായിരുന്നു. അപ്പോൾ സഞ്ജയനെ അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടറിയാനുള്ള ഒരു ശേഷി, ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണു കാണാത്ത ഒരു മനുഷ്യന്, ധൃതരാഷ്ട്രൻ എന്ന മനുഷ്യന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്താണ് യുദ്ധത്തിൽ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മളും അറിയുന്നത്. ഭഗവത്ഗീതയൊക്കെ കോട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെയാണല്ലോ. പിന്നെ അപ്പോൾ ഇവരൊക്കെ ചെയ്തിരുന്നത് ഒരു ആശയം, ഒരു സന്ദേശം, മെസ്സേജ് പാസ് ചെയ്യുക. നമ്മൾ ബൈബിള് വായിച്ചിട്ടില്ലേ? ബൈബിളിൽ മോശയുടെ പേഴകത്തെക്കുറിച്ച് പറയുന്നില്ലേ? എല്ലാ മൃഗാദികളുടെയും ജോഡികളെ കൊണ്ട് അവർ യാത്ര തുടങ്ങി. അവസാനം ഒരു 40 രാത്രി 40 പകലും നിർത്താതെ മഴ പെയ്തു അല്ലേ? നിർത്താതെ മഴ പെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന സമയത്ത് പുറത്ത് എന്തായി എന്നറിയാൻ ഒരു വഴിയില്ല. ആദ്യം ഒരു കാക്കയെ പറഞ്ഞയച്ചു, കാക്ക തിരിച്ചു വന്നു. രണ്ടാമതൊരു പ്രാവിനെ പറഞ്ഞു വിട്ടു, പ്രാവ് ആദ്യം ഒന്ന് കറങ്ങി തിരിച്ചു വന്നു. രണ്ടാമത് ഒരു ഒലീവിൻ്റെ ഇലയുമായിട്ടാണ് വന്നത്. ആ ഒലീവിൻ്റെ ഇലയാണ് ലോകത്തിലെ ആദ്യത്തെ വാർത്താ കഷ്ണം. ഞങ്ങളൊക്കെ വാർത്ത കൊണ്ടുവരുന്ന ഒലീവ്, അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നറിയോ? അകത്ത് ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ആ ഒലീവില. അപ്പോൾ പുരാണത്തിലൊക്കെ പറഞ്ഞ പോലെ സന്ദേശവാഹകരുടെ കാലം പണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഈ പ്രാവിൻ്റെയൊക്കെ കാലിൽ ഇങ്ങനെ കെട്ടിയിട്ട് സന്ദേശം ഇടുന്നിരുന്നു. പിന്നെ നമ്മുടെ പുരാണത്തിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ള റിപ്പോർട്ടർമാരെ, ചാരന്മാരെ വിവരങ്ങൾ ശേഖരണത്തിന് വേണ്ടി ഉപയോഗിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശ്രീരാമൻ്റെ ഭാര്യ ഇച്ചിരി പ്രശ്നക്കാരിയാണെന്ന് പറഞ്ഞു കൊടുത്തത് ദൈവൊരു ചാരനായിരുന്നു. സീതയെ പരിശുദ്ധയല്ല എന്ന് പറഞ്ഞിട്ട് ആ കഥ ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ പണ്ട് കാലം മുതലേ ഇങ്ങനെയുള്ള ഒരു കാലങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെ മനസ്സിൽ ഈ ജേർണലിസം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മുറിക്കകത്ത് നമ്മളെല്ലാവരും ഒറ്റയ്ക്കിരുന്ന് അടച്ചു കെട്ടിയ മുറിയാണ്. അപ്പോൾ ഒരാൾ പറയുന്നു ഈ മുറിക്കകത്ത് പുറത്ത് ഭയങ്കര മഴയാണെന്ന് പറയുന്നു, ഒരാൾ പറയുന്നു പുറത്ത് മഴയില്ല എന്ന് പറയുന്നു. അപ്പോൾ റിപ്പോർട്ടറുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയിട്ട് നോക്കിക്കൊണ്ട് അവിടെ മഴയാണോ, മഴയുണ്ടോ ഇല്ലേ എന്ന് അകത്തിരിക്കുന്ന അതിനെക്കുറിച്ച് അജ്ഞരായ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ് ഒരു റിപ്പോർട്ടറുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ആ ഒരു ജോലി ചെയ്യുക എന്നുള്ളതാണ് ഈ ലോകത്ത് ഞാനൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പല സാമൂഹിക സേവനങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ടൊരു സാമൂഹിക സേവനം എന്ന് പറഞ്ഞ് ചെയ്യാവുന്ന ഒരു ജോലിയാണ് ഈ പത്രപ്രവർത്തനം. അതിന് വലിയ ഗിമിക്സുകളോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഞാനൊരു എപ്പോഴും ഈ കഥകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിനകത്തുള്ളൊരു മുത്തശ്ശി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ കരയുന്ന സമയത്ത് ചോദിക്കുന്നു, ആ സ്ത്രീക്ക് പെൻഷൻ കിട്ടിയിട്ട് 4 മാസമായി. അപ്പോൾ ആ പെൻഷൻ കിട്ടിയിട്ട് 4 മാസം ആയ സമയത്ത് നിങ്ങളൊരു ജേർണലിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജേർണലിസ്റ്റുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ആ വാർത്ത അവരോട് പറയുന്നത് അതൊരു വാർത്തയായിട്ട് വരുന്നു. പാവപ്പെട്ട മുത്തശ്ശിക്ക് 4 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു.
ഒരുപക്ഷെ ആ വാർത്ത കണ്ടിട്ട് അവർക്ക് 4 മാസത്തെ പെൻഷൻ കിട്ടുന്നുണ്ടാവും, അവർ വളരെ സന്തോഷിക്കുന്നുണ്ടാവും, അവരുടെ കുടുംബം സന്തോഷിക്കുന്നുണ്ടാവും. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഒരുപാട് നന്മകളും ക്ഷേമങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് പല തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളുണ്ട് ഇല്ലേ? ഇപ്പോൾ ഞാൻ സിലബസായിട്ട് ബേസ് ചെയ്തും കൂടെ ഒന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പണ്ടത്തെ കാലത്ത് എല്ലാവരും പത്രങ്ങളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. നമ്മളൊക്കെ പറയും ലെഗസി മീഡിയ എന്ന് പറയും. പത്രങ്ങൾ മാത്രമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. പിന്നെ റേഡിയോ വന്നു, അതിനുശേഷം നമുക്ക് ടെലിവിഷൻ വന്നു, ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾ വന്നു, മറ്റ് ന്യൂസ് ചാനലുകൾ വന്നു, ഇപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ വന്നു. എന്തൊക്കെയാണെങ്കിലും ഇത് കവർ ചെയ്യുന്ന സാധനം വാട്ട് ഈസ് ദ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇപ്പം നമ്മൾ മീനിനെ കറി വെച്ചാലും പൊരിച്ചാലും ഫിഷ് മോലി ഉണ്ടാക്കിയാലും ഒക്കെ അടിസ്ഥാനപരമായ കണ്ടന്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള വാർത്ത എന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെതായ രൂപം പലതുമായിരിക്കും. അപ്പോൾ ഈ വാർത്ത എന്ന് പറയുന്നതിനൊരു ചുമ്മാ നമ്മൾ പറയും ന്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം നോർത്ത് ഈസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാവരും കൂടെ ചേർന്നതാണ് ന്യൂസ് എന്ന് പറഞ്ഞ സാധനം. എന്താണ് ന്യൂസ്? ഇപ്പം ഞങ്ങളോട് ഈ ന്യൂസ് പഠിപ്പിച്ചു തരുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം, മനുഷ്യനെ പട്ടി കടിച്ചാൽ അതൊരു വാർത്തയേ അല്ല, മനുഷ്യൻ പട്ടിയെ കടിച്ചാലാണ് വാർത്ത. അപ്പം ഞാനൊക്കെ വന്ന സമയത്ത് ഞാനൊക്കെ വിചാരിച്ചിരുന്ന എൻ്റെ ആദ്യ വാക്ക്, ഇപ്പം മാഷ് കണക്ക് പ്രിൻസിപ്പിൾ കണക്കായിരുന്നു, അപ്പോൾ A+B² എന്ന് പറഞ്ഞ പഠിക്കുന്ന പോലെ ഞങ്ങൾ പഠിച്ച സൂത്രവാക്യം ലോകത്ത് ഏത് പട്ടി ഏത് മനുഷ്യനെ കടിച്ചാലും വാർത്തയാക്കേണ്ടതില്ല എന്നായിരുന്നു ഞങ്ങൾ പഠിച്ചത്. ഇപ്പം എൻ്റെയൊക്കെ പ്രധാന പണി എന്തറിയോ? എവിടെയൊക്കെ പട്ടിയെ കടിച്ചു എന്നുള്ള കണക്കെടുക്കുക. ഞങ്ങളുടെ പ്രാദേശിക ലേഖകരോട് ചോദിക്കും ഇന്നത്തെ പട്ടി എത്ര കടിച്ചു, കാരണം അതൊരു വിഷയമായിപ്പോയി. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് എത്ര പട്ടികൾ കടിച്ചു, പട്ടികളുടെ വന്ധ്യംകരിക്കാനുള്ള സൗകര്യമുണ്ടോ, പട്ടികളുടെ ഷെൽട്ടറിൻ്റെ സംവിധാനം, പത്രം നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പട്ടിമയമാണ്. അതുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ സൂത്രവാക്യം തന്നെ തെറ്റിപ്പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ വിവാഹം കഴിഞ്ഞാൽ പത്രത്തിൽ വരാറില്ലേ, വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ജയറാമിൻ്റെ മോള് വിവാഹിതരായി. ആരെങ്കിലും ജനിച്ചാൽ പത്രത്തിൽ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കുക. ഞങ്ങളോടും പറഞ്ഞിട്ട് ഇപ്പോൾ ഗോപാലൻ്റെ ഭാര്യ നാണിക്കുട്ടി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് കൊടുക്കാറില്ല. ഞാൻ വിചാരിച്ചിരുന്നതാ. പക്ഷെ ശ്വേതാ മേനോൻ്റെ പ്രസവിച്ചപ്പോൾ നമ്മൾ വാർത്ത കൊടുത്തു, ചിത്രം സഹിതം കൊടുത്തു. സിനിമാ നടിമാർ പ്രസവിക്കുമ്പോൾ വാർത്ത കൊടുക്കുന്നു, മന്ത്രിമാർ പ്രസവിക്കുമ്പോൾ വാർത്ത കൊടുക്കുന്നു. അപ്പോൾ അതൊരു സംഭവമല്ലേ? അപ്പോൾ പ്രസവം എന്ന് പറയുന്നതും വാർത്തയാവും. പിന്നെ സ്വാഭാവികമായിട്ട് മരണം ഒരു വാർത്തയാണ്. മരണശേഷം പലതും വാർത്തയാവാറുണ്ടോ? ഇല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിച്ചു, അന്ത്യോപചാരം അർപ്പിച്ചു, പിന്നെ 21-നൊക്കെ പരസ്യം കൊടുക്കാറുണ്ട്. പക്ഷേ മരണത്തെ തുടർന്നിട്ടുള്ള വാർത്ത പലപ്പോഴും മരണത്തിൽ നിന്നൊരു വാർത്ത കിട്ടാറുണ്ട് നമുക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ഒരു ചരമ വാർത്തയിൽ ഒരു സ്ത്രീ മരിച്ചു, അതിൽ ഒരാൾ മരിച്ചു. ആ മനുഷ്യൻ്റെ 9 മക്കളും കന്യാസ്ത്രീകൾ, 10ാമത്തെ ആളൊരു ലോനപ്പൻ. അപ്പോൾ ഒരു ജേർണലിസ്റ്റിനൊരു ആലോചന തോന്നി, 9 പേരും ജേർണലിസ്റ്റ് ആണെങ്കിൽ ഇവരാണെങ്കിൽ കന്യാസ്ത്രീകളാണെങ്കിൽ 10ാമത്തെ ആൾ എന്തായിരുന്നു? 10ാമത്തെ ആൾ ഒരു കള്ളുകച്ചവടക്കാരനായിരുന്നു. അത് ഭയങ്കര കൗതുകമുള്ള കാര്യം. 9 ദൈവവിളി ഉണ്ടായ ഫാമിലിയിൽ നിന്ന് 10ാമതായി ജനിച്ച ഒരാൾ ഒരു കള്ളുകച്ചവടക്കാരനാണ്. വേറെ ഒരു കഥയുണ്ട്. സാധാരണ മരണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് സംസ്കാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. പിറ്റേന്ന് 3ാം ദിവസം സഞ്ചയനത്തിന് പോകുമ്പോൾ ആ മനുഷ്യൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒരു ചവണ കിടക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ നിന്ന് മരിച്ച സമയത്ത്, സർജറി ചെയ്ത സമയത്ത് ഈ ചവണ അവിടെ വെച്ച് മറന്നുപോയി. കത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ചവണ പുറത്ത് വന്നത്. അപ്പോൾ ശവക്കുഴിയിൽ നിന്ന് പോലും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? വാർത്ത ഉണ്ടാവുന്നുണ്ട്. ഈ വാർത്ത ഉണ്ടാവാനുള്ള ഒരു സാധനം എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് വാർത്ത നമുക്ക് എങ്ങനെ തിരിച്ചറിയുന്നത് അറിയോ? അതിന് ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകയാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നേരത്തെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമപ്രവർത്തകർക്കൊരു മൂക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നോസ് ഫോർ ദ ന്യൂസ് എന്ന് പറയും. ഈ വാർത്തകൾ ഇങ്ങനെ മണത്തറിയുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ മണത്തറിയുക എന്ന് പറഞ്ഞത്, നമുക്കൊരു ജേർണലിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളെ എന്നോടൊക്കെ പലരും ചോദിക്കണം, നമ്മളിങ്ങനെ പല കാഴ്ചകളിലേക്ക് പരതിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഞാൻ ആ പാലക്കാട് ടൗണിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്
നമ്മുടെ IMA ജംഗ്ഷൻ്റെ സമീപത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ സിഗ്നൽ ഇല്ല. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടുത്തെ സിഗ്നൽ കാര്യക്ഷമമല്ല. റോഡിൽ ചിലപ്പോൾ കുഴി ഉണ്ടാവും, കുഴി പ്രശ്നമായിരിക്കാം, വെള്ളക്കെട്ടുണ്ടാവും, വെള്ളക്കെട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ വാർത്തകളെ മണത്തറിയാനുള്ള ഒരു കഴിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനൊപ്പം തന്നെ ഒരു പ്രധാനമായിട്ട് വേണ്ടത് വാർത്തകൾ കണ്ടെത്തുക, അത് വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അല്ലേ? അപ്പം ചില ആളുകളൊക്കെ നിങ്ങളുടെ ഈ സിനിമയൊക്കെ കാണുന്ന ആളുകളില്ലേ, നിങ്ങൾ സിനിമ കണ്ടിട്ട് കുട്ടികളോട് കഥ പറയുന്ന സമയത്ത് ചില ആളുകൾ ഇങ്ങനെ സിനിമാ കഥ പറയുന്ന സമയത്ത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തോന്നില്ലേ? ഇപ്പം ഞാനൊരിക്കലും എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ വയനാട് ആയിരിക്കുന്ന സമയത്ത് കാട്ടിൽ ആന എടുക്കാൻ പോയി, ആന ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ആന ഷൂട്ട് ചെയ്യാൻ പോയിരുന്ന സമയത്ത് ആന ഓടിച്ച ആ മനുഷ്യൻ വീണ് ആശുപത്രിയിലായ സമയത്ത് ആ മനുഷ്യൻ ആശുപത്രിയിലായിരിക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അപ്പോൾ തൃശ്ശൂർക്കാരനായ ആ മനുഷ്യൻ വളരെ ഇതായിട്ട് പറഞ്ഞു, അതേ ഞാനിങ്ങനെ മനോരമയുടെ ക്യാമറാമാനാണേ, അപ്പോൾ കോഴിക്കോട് ഓഫീസിൽ നിന്ന് ഞങ്ങളോട് ആന ഇറങ്ങി എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആന എടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്യാമറ എടുത്ത് ഇങ്ങനെ ആവുന്ന സമയത്ത് എന്ന് വെച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റി? ഞാൻ പറഞ്ഞു ആന ഓടിച്ചപ്പോൾ വീണതാണ്. അത് മതി. നമ്മൾ എങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൻ്റെ കണ്ടന്റ് ഉണ്ടാക്കുക, അത് പറയുക. അങ്ങനെ കേൾക്കുന്ന സമയത്ത് അതിന് വേണ്ട ഒരു പ്രധാന കാരണം 5 Ws and 1 H എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ജേർണലിസത്തിലല്ല കേട്ടോ, എല്ലാ മനുഷ്യന്മാർക്കും വേണ്ട, കമ്മ്യൂണിക്കേഷന് വേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ് 5 W ഒരു H. ഈ 5 W എന്തൊക്കെ അറിയാം? ഒന്ന് വാട്ട്, എന്ത്, ഹൂ, ആര്, വെൻ, എപ്പോൾ, വേർ, എവിടെ, വൈ, എന്തുകൊണ്ട്. അപ്പോൾ ഒരു H ഉണ്ടല്ലോ, ഹൗ. കിട്ടിയില്ലേ? അപ്പോൾ ഈ സംഭവം എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാർത്ത എഴുതാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു അപകടത്തിൻ്റെ ഒരു വാർത്ത എഴുതാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാനൊരു അപകടം ഉണ്ട് അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പോൾ എന്നോടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് വാർത്ത എഴുതാൻ പ്രത്യേക പരിശീലനം വേണമെന്ന്. അപ്പം ഞങ്ങളുടെ മാത്തുക്കുട്ടിച്ചായൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ KM മാത്യു പറഞ്ഞിരിക്കുന്നത്, ഈ നമ്മുടെ കുശിനിക്കാരനെ ഒരാളില്ലേ, നമ്മുടെ അടുക്കളപ്പണിക്കാരൻ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ചായക്കടയിൽ, നമ്മുടെ റോഡ് സൈഡിൽ ഇരിക്കുന്ന ചായക്കടയിൽ ഇരുന്ന് പത്രം വായിക്കുന്ന 5ാം ക്ലാസ്സുകാരനായ ഒരാൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഭാഷയിൽ വേണം നമ്മൾ എഴുതാൻ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഭാഷാ പരിജ്ഞാനം ഉണ്ടെന്ന് വയ്ക്കുക, ഈ 9 രൂപ കൊടുത്ത് മേടിക്കുന്ന പത്രക്കാർക്ക് എൻ്റെ ഭാഷാ പരിജ്ഞാനം കാണല്ലോ, അവർക്ക് വിവരം അറിയാനാണല്ലോ അവർ വരുത്തുന്നത്. അപ്പം നമ്മൾ വാട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ എഴുതുമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞില്ല, നിങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു വലിയൊരു ആൾക്കൂട്ടം കാണുന്നു. അപ്പം നിങ്ങൾ ആദ്യം എന്താ ചോദിക്കുക? എന്താ, വാട്ട്, വന്നില്ലേ? അപ്പോൾ അയ്യോ എന്ത് പറ്റി? അയ്യോ ഒരു അപകടം പറ്റിയതാട്ടോ. അയ്യോ എന്നിട്ട് ആർക്കാ പറ്റിയത്? ഹൂ, വന്നില്ലേ? എന്താ പറ്റിയത്? അയ്യോ എന്നിട്ട് എപ്പോ, വെൻ, എവിടെ വെച്ച്, ഇതേതാ സ്ഥലം എന്ന് ചോദിക്കാം, എങ്ങനെ പറ്റി എന്ന് ചോദിക്കാം. അങ്ങനെ സംഭവിച്ച സമയത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്കൊന്ന് എഴുതി നോക്കി. അപ്പം നിങ്ങൾ ആദ്യം ചോദിച്ച ആരെ എന്താ പറ്റിയെന്നുള്ളത്. കാറും ജീപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. എന്താ സംഭവിച്ചെന്നുള്ളതിൻ്റെ ഫസ്റ്റ് വരി കിട്ടിയില്ലേ? തെക്കേപ്പറമ്പിൽ ഗോപാലൻ മകൻ രാമുവാണ് മരിച്ചത്. രണ്ടാമത്തെ W ആയില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. മൂന്നാമത്തെ W ആയില്ലേ? ചിറ്റൂരിൽ നിന്ന് പാലക്കാടേക്കുള്ള വഴി നല്ലേപ്പിള്ളിയിൽ വെച്ചാണ് അപകടം നടന്നത്. അമിതമായ വേഗമായിരുന്നു അപകട കാരണം. ഇതിന് നിങ്ങൾ MCJ പഠിക്കേണ്ട കാര്യമില്ല, ജേർണലിസം പഠിക്കേണ്ട കാര്യമില്ല, ചുമ്മാ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. പക്ഷേ നിങ്ങൾ ചോദിക്കണം, ആളുകളോട് ചോദിക്കണം എന്താ വേണ്ടത് എന്ന്. നിങ്ങൾക്ക് ചോദിച്ചാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിയിൽ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനുഷ്യൻ്റെ ത്വര ഇതിൽ അവസാനിക്കില്ല. പലപ്പോഴും നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂസ് പ്ലസ് തിങ്കിങ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് പോകും. അതൊരു പ്രധാന പോയിന്റ്. ഇപ്പം നമ്മൾ ന്യൂസ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ നിന്ന് ഉപരിയായിട്ട് ന്യൂസ് പ്ലസ് തിങ്കിങ്, വാർത്തയിൽ നിന്ന് ഉപരിയായിട്ട് മനുഷ്യന് കിട്ടണം. അതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മികവ് തെളിയിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് ആവുമ്പോൾ ലോകത്ത് ഞാൻ രാവിലെ പോയിട്ടൊരു ധർണ എടുത്തു, രാവിലെ പോയിട്ട് ഒരാളുടെ മന്ത്രിയുടെ പ്രസംഗം എടുത്തു. ഇതൊക്കെ അല്ലാതെ നമുക്കൊരു മികവാർന്ന ജേർണലിസ്റ്റ് ആവണമെങ്കിൽ ന്യൂസ് പ്ലസ് തിങ്കിങ് വേണം. ആ ന്യൂസ് പ്ലസ് തിങ്കിങ്ങിനെ ഒരു കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ
പാലക്കാട് വന്ന സമയത്ത് കൊച്ചി വ്യവസായ ഇടനാഴിയെക്കുറിച്ചുള്ള ചർച്ചയിൽ പിണറായി വിജയൻ സാധാരണഗതിയിൽ CPM-ൻ്റെ ഒരു നേതാക്കളൊരു പ്രസംഗ ശൈലിയുണ്ട്. അവരാദ്യം സാർവദേശീയ കാര്യങ്ങൾ പറയും, അതിനുശേഷം ദേശീയ കാര്യങ്ങൾ പറയും, അതിനുശേഷം സംസ്ഥാന കാര്യങ്ങൾ പറയും. കുറേ കാലങ്ങളായിട്ടൊരു നേതാവിനെ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പിണറായി വിജയനോ അല്ലെങ്കിൽ അവർ എപ്പോഴാണ് അതിനകത്തൊരു പോയിന്റ് പറയാന്ന് അവർക്കറിയാം, അത് എപ്പോഴത് പറയുക എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ എന്തോ ഒരു പശക്ക് തോന്നിയിരുന്നു. പുള്ളി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സ്റ്റേജിലൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞ് സാധാരണഗതിയിൽ പറയണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ പറയുകയാണ്, ഇങ്ങനെയാണ് ഒരു പരിപാടി നടത്തേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ പരിപാടിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ പിണറായി വിജയൻ പറഞ്ഞ കമൻ്റായി. കാരണം പിണറായി വിജയൻ പോലെ ഒരു മുതിർന്ന നേതാവ് വന്നിട്ട് ആ സദസ്സിൽ വേണ്ടത്ര ആളെ നിറക്കാൻ സംഘാടകർക്ക് കഴിയാത്തതിൽ അദ്ദേഹം കടുത്ത രീതിയിൽ പ്രതിഷേധം പറഞ്ഞു. ഇതിൻ്റെ പല വ്യാഖ്യാനം വന്നു, പിണറായി വിജയനെ കാണാൻ ആളില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സാധനം കത്തുക എന്നുള്ളതാണ് പ്രധാനം. ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ എന്താ ഇതുപോലെ പറയുന്നത്. ഒരിക്കൽ CPM-മായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു നേതാവിനെ ഒരു ഇച്ചിരി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നൊരു വിഷയം വരുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ എന്നോട് പറഞ്ഞു, ആ ഫോട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് അപ്പോൾ അയാൾ AK ബാലൻ കണ്ണടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ കണ്ണടച്ച ഫോട്ടോ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അല്ലേ? നിങ്ങൾ ഒരു 10 ഫോട്ടോ എടുത്ത് ഒരെണ്ണം കണ്ണടച്ചാൽ ഇത് കണ്ണടച്ചു പോയി പറയില്ലേ? പക്ഷെ ഞങ്ങൾ ആ ഫോട്ടോ ഉപയോഗിച്ചു, അതിനകത്ത് അടിക്കുറിപ്പ് കൊടുത്തു, കണ്ണടച്ചിരിക്കാം എന്ന് കൊടുത്തു. അപ്പോൾ അതോടുകൂടി ഈ സംഭവം നമ്മൾ കണ്ണടച്ചു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ലോകത്ത് ഈ ഓണത്തിന് എല്ലാവർക്കും നിങ്ങൾക്ക് ഓണക്കിറ്റ് കിട്ടും. അപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ ഓണക്കിറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ പതിവ് പോലെ യാന്ത്രികമായിട്ട് വിളിക്കും, ആ ചേച്ചി ഓണക്കിറ്റ് കൊടുത്തോ? ആ ഓണക്കിറ്റ് കൊടുത്തില്ല കേട്ടോ, നാളെ കിട്ടും, കുറച്ചുകൂടെ സാധനം കിട്ടാണ്ട് പറഞ്ഞു. അപ്പോൾ അവസാനം ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം കിട്ടി, നാളത്തോടുകൂടി കിട്ടും, ഉപ്പും മുളകൊക്കെ കിട്ടി, നാളെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നാളെ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു വേറൊരാൾ അസൈൻ ചെയ്തതാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, അല്ലേ സാറേ ഇന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ അറിയില്ല, സാധനമൊക്കെ കിട്ടി കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണതൊന്ന് അന്വേഷിക്കണ്ടേ, എല്ലാ സാധനം കിട്ടി കൊടുക്കാതിരിക്കണമെങ്കിൽ എന്താണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ല ചേട്ടാ നിങ്ങൾ ഇന്നലെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്താണ് കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞത് സഞ്ചി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തൊരു കൗതുകം ആലോചിച്ച് നോക്കി, ഇത്രയും സാധനങ്ങൾ കിട്ടി സഞ്ചി ഇല്ലാത്തതുകൊണ്ട് സാധനം കൊടുത്തില്ല. അപ്പോൾ പിറ്റേന്നുള്ള വാർത്ത എന്താ? സഞ്ചിയില്ല, സാധന വിതരണം മുടങ്ങി എന്ന് പറഞ്ഞു. വെറ്റിനറി യൂണിവേഴ്സിറ്റി, ഞാനിങ്ങനെ കഥ പറയുന്നോട്ട് നിങ്ങൾക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ടോ? അല്ല, വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കാർ ഈ ഇടയ്ക്ക് വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കായിട്ട് നമ്മുടെ സങ്കടം, ഇവർക്കൊക്കെ ശമ്പളം കൃത്യസമയത്ത് കിട്ടും, വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കാർക്ക് ശമ്പളം കിട്ടില്ല. അപ്പോൾ അവിടുത്തെ മാഷന്മാർ വിളിച്ചറിയും, സാറേ 10-ാം തീയതി ശമ്പളം കിട്ടിയിട്ടില്ല, ഒരു വാർത്ത കൊടുക്കണേ പറയും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കും, വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് ഇത് കണ്ണീരിൻ്റെ വിഷു, കണ്ണീരിൻ്റെ ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർക്ക് ശമ്പളം ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് കുറേ കൊടുത്തിട്ട് മാർക്കൊരു വിലയില്ല, നമ്മളിങ്ങനെ കൊടുക്കും, ഈ ചടങ്ങ് പോലെ കൊടുക്കും, ചടങ്ങ് പോലെ കിട്ടും. അപ്പോൾ ഒരു മാഷ എന്നോട് ഇങ്ങനെ താമസം, എൻ്റെ മാഷ ഞങ്ങളുടെ കാര്യമില്ല, പശുക്കും കോഴിയൊക്കെ തിന്നാൻ കൊടുക്കണ്ട, അത് ആലോചിക്കാം ഇവിടെ. അത് ഭയങ്കര പോയിന്റ് അല്ലേ? വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ 100 കണക്കിന് പശുക്കളുണ്ട്, ഒരുപാട് കോഴികളുണ്ട്, ഒരുപാട് ആമകളുണ്ട്, എലികളെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. പ്രത്യേക സഹിവാൽ പശു, മുറ എരുമ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ, അതിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്, മിണ്ടാപ്രാണികൾക്ക് തീറ്റ കൊടുക്കാൻ പോലും വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പണമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതോടുകൂടി എന്തായി? അതിനകത്തൊരു കുറച്ചുകൂടെ ഒരു ഡയമെൻഷൻ മാറുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നുന്നത് അത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇത് കിട്ടും. അങ്ങനെ പറയുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തൂണിലും തുരുമ്പിലും എല്ലാത്തിലും നിങ്ങൾക്കൊരു വാർത്തയുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ സാധാരണ പരീക്ഷ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ, പരീക്ഷ ആക്കുന്ന കാര്യങ്ങൾ, പരീക്ഷ നീട്ടിവെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതേപോലെ ഒരിക്കലൊരു കുട്ടി, ആ കുട്ടിയുടെ ഒരു അധ്യാപകൻ്റെ ചോദ്യപേപ്പർ മാറി അയച്ചൊരു പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ കുറേ കാലത്തേക്ക് അതിൻ്റെ പുറകെ നടന്നിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു സംഭവമാണ്. വാർത്തകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്ന് പ്രധാനമായിട്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രസംഗമാണ് നമ്മളൊരു ഫങ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറയും. അത് നിങ്ങൾക്ക് നമ്മുടെ ഒരു മുഖ്യമന്ത്രിമാർ, സമ്മേളനങ്ങൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ഇതൊക്കെ ഒരു സ്ഥിരം പതിവ് സാധനങ്ങളാണ്. ഈ പതിവ് സാധനങ്ങളിൽ നിന്ന് ചില സമയത്ത് ഒരു മികച്ച റിപ്പോർട്ടർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യാനുള്ള പ്രസംഗങ്ങൾ വെക്കാം. അപ്പോൾ അതിന് ഉദാഹരണത്തിന് വേണ്ടത്, നമുക്ക് രാഷ്ട്രീയം പോലെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതേക്കുറിച്ചൊരു
ആ വിഷയത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അതേക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ കാലത്ത് കോൺഗ്രസ് വളരെ മനോഹരമായിട്ട് മുന്നേറുന്നു എന്ന് പറയുന്ന സമയത്ത് രമേശ് ചെന്നിത്തല പറയുകയാണ്, മുമ്പുള്ള കോൺഗ്രസിൻ്റെ അത്രയൊന്നും ഇപ്പോൾ ഇതിനില്ല എന്ന് പറയുന്ന സമയത്ത് അത് രണ്ടും കൂടി ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നല്ല ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടർമാർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് പത്രസമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. പ്രസ് കോൺഫറൻസ് സാധാരണഗതിയിൽ പ്രസ് മീഡിയ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ പ്രസ് കോൺഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ പ്രസ് ക്ലബ്ബുകളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയാണ് പ്രസ് ക്ലബ്ബ് പ്രസ് എന്ന് പറയും. മീറ്റ് ദ പ്രസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മാഷ് ഇവിടുത്തെ പ്രിൻസിപ്പൾ ആവുന്നു, അപ്പോൾ ഞങ്ങൾ മാഷോട് വന്ന് പറയുക ആയിട്ട് വരണം എന്ന് പറയുമ്പോൾ മാഷ് ഞാൻ ഈ കോളേജിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് വരുന്നതാണ് മീറ്റ് ദ പ്രസ്. പക്ഷേ കഷ്ടം പറയട്ടെ, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരാളെ കണ്ട മൈക്ക് കൊടുത്തിട്ട് ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ പുതിയ ചാനൽ റിപ്പോർട്ടേഴ്സിൻ്റെ കാര്യമാണ്, സാറേ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന് പറയും. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വെച്ചാൽ ഞാൻ പറയും 24 മണിക്കൂർ തുറന്നു വെച്ചിരിക്കുന്ന തട്ടുകടയാണ് ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകൾ. അതായത് 24 മണിക്കൂർ നിങ്ങളുടെ വീട്ടിലെ അടുക്കള ഓപ്പണാണ്, എപ്പോൾ വന്നാലും എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളിങ്ങനെ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ വന്ന സമയത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ പറയാനുള്ളതൊക്കെ രാവിലെ പറഞ്ഞില്ലേ. ചിലപ്പോൾ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് കാണും, പക്ഷേ ഈ സാധനം 12 മണിക്ക് മുഖ്യമന്ത്രി ലൈവ് പോകും. അപ്പോൾ മുഖ്യമന്ത്രി പറയും, ഞാൻ രാവിലെ പറഞ്ഞതല്ലേ, ഇനി എന്തിനാണ് പറയുന്നത്? അപ്പോൾ അങ്ങനെ കൊടുക്കില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി എന്ന് കൊടുക്കും. അപ്പോൾ പിന്നെ ഒരു സ്പൈസി കണ്ടന്റ് ആയല്ലോ. അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുഖ്യമന്ത്രി എന്ന് പറയും. അത് ഓരോ പത്രത്തിൻ്റെയും രാഷ്ട്രീയവും രീതിയും ഒക്കെ അനുസരിച്ചിട്ടാണ് അങ്ങനെയുള്ള നിലപാട് പറയുക. ഇപ്പോൾ പറയാൻ പാടാത്ത ഇപ്പോൾ ചില പാർട്ടികൾക്കൊക്കെ ഈ ചില പത്രങ്ങൾക്ക് ചില രാഷ്ട്രീയ ചായ ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ചുമ്മാ പറയുന്ന. എന്നിരുന്നാലും എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ നമുക്കൊരു മീനിന് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ലല്ലോ. ഇപ്പം നമ്മുടെ വായനക്കാർ ചിലപ്പോൾ അപ്പോൾ ഞങ്ങളുടെ അവിടെ വയനാട്ടിലൊരു ജിയോ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടർ, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ പുള്ളി ഈ സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരും. അപ്പോൾ 2 ഫോൾഡറായിട്ട് കൊണ്ടുവരും. അപ്പോൾ അതിനകത്ത് ഒരു സംഭവത്തിൽ പോലീസുകാർ കുട്ടികളെ അടിക്കുന്ന SFI പിള്ളേരെ അടിക്കുന്ന ചിത്രം ഉണ്ടാവും. അപ്പോൾ അത് ദേശാഭിമാനിക്ക്. അപ്പോൾ ഞാൻ ചോദിക്കും, അതെന്തായാലും അത് ദേശാഭിമാനിക്കുള്ള ചേട്ടാ, പോലീസുകാർ കുട്ടികളെ അടിക്കുന്ന. അപ്പോൾ ഞങ്ങൾക്കുള്ളതോ ചേട്ടാ, പോലീസിനെ കല്ലെറിയുന്ന ചിത്രമുണ്ട്, അതാണ് ചേട്ടനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായനക്കാർക്ക് ഇഷ്ടമുള്ള ഇത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില വാക്കുകൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞു. പിന്നെ പ്രസ് റിലീസുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു സെമിനാർ നടക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രസ് റിലീസ്. അതൊരു പ്രസ് റിലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നതാണ്. ഇതുപോലത്തെ ഒന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ഇപ്പോൾ മുൻ മന്ത്രി MK മുനീർ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ സമയത്ത് ആശുപത്രി ഇറക്കുന്ന ബുള്ളറ്റിനാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. VS അച്യുതാനന്ദൻ മരിച്ച അസുഖമായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിൻ എന്നുള്ള വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി, മെഡിക്കൽ ബുള്ളറ്റിൻ. അപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ കേൾക്കും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന PRDയുടെ, ഇപ്പോൾ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുണ്ട്, അവർ തരും നമുക്ക് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ANI നമ്മുടെ ഏജൻസികളുണ്ടല്ലോ, AFP പോലെയുള്ള ന്യൂസ് ഏജൻസികളുണ്ട്. ഇങ്ങനെ ന്യൂസുകൾ നമുക്ക് ഒരുപാട് ഭാഗത്തു നിന്ന് കിട്ടും. അത് എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തത് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു സാധനമാണ് ഞങ്ങളുടെ ഡെസ്ക് എന്ന് പറയും. ഈ ഡെസ്ക് അല്ല, ഞങ്ങൾക്ക് ഓഫീസിലൊരു ഡെസ്ക് ഉണ്ട്. ഞങ്ങളെല്ലാം കഷ്ണമൊക്കെ മേടിച്ച്, സാമ്പാർ മേടിക്കാനുള്ള കഷ്ണം, കയ്പ്പയ്ക്ക, മുരിങ്ങയ്ക്കൊക്കെ മേടിച്ച് കൊണ്ടുപോകും. ഇത് വെച്ച് വിളമ്പുന്ന ആളുകളാണ് നിങ്ങളുടെ രാവിലെ പത്രം ഇങ്ങനെ ലേ ഔട്ട് ചെയ്ത് മനോഹരാക്കി വെക്കുന്നില്ലേ, അത് ഡെസ്കിലാണ് നടത്തുന്നത്. ഡെസ്കിലുള്ള ആളുകൾ സബ് എഡിറ്റർമാരെന്ന് പറയും, ഞങ്ങൾ റിപ്പോർട്ടർമാരെന്ന് പറയും. ഓക്കെ, രണ്ടുപേരും ജേർണലിസ്റ്റാണ്. ഇപ്പം ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു വാർത്തയുടെ ഹെഡിങ് ഇട്ട് അതിനകത്ത് ചില എഡിറ്റിംഗ് ഉണ്ടാക്കി, ചിലപ്പോൾ വാല്യൂ അഡീഷൻ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇത്ര റിക്ടർ സ്കെയിലുള്ള ഭൂചലനമാണ് നടത്തിയത് എന്ന് പറയുന്ന സമയത്ത് ഈ റിക്ടർ സ്കെയിൽ എന്താണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാത്തതുകൊണ്ട് അവരതിൻ്റെ ആഡ് ഓൺ ചെയ്ത് അതിനെക്കുറിച്ച് ബ്രാക്കറ്റിൽ കൊടുക്കും. ഇപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആഡ് ഓൺ ചെയ്ത് സ്റ്റോറി എഡിറ്റ് ചെയ്ത്
ആ മനോഹരമാക്കുന്ന ജോലിയിലുള്ള ആളുകളാണ് സബ് എഡിറ്റർമാർ. നിങ്ങൾക്ക് മനോരമയിലോ മാതൃഭൂമിയിലോ ദേശാഭിമാനിയിലൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ടർ ആവാം, സബ് എഡിറ്റർ ആവാം. രണ്ടും ഒരു ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് സ്കൂപ്പ് എന്ന് പറയും. സ്കൂപ്പ്. ഇപ്പോൾ സ്കൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറയുക, ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ എന്നോട് പറയുക, സാറേ ഞാനൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഹിന്ദിയിലെ ഒരു മാഷ് പുള്ളി 10 രാഗാല പുള്ളി ഒരു പ്രത്യേകത എന്തെങ്കിലും ഉള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ പറയുകയാണ് നിങ്ങളിവിടെ ഒരു നീന്തൽക്കുളം ഉണ്ട്, ഇവിടെ നിങ്ങളെപ്പോഴും തുറന്നിട്ടില്ലല്ലോ, ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്ന. അപ്പോൾ മാഷ് ഇത്ര കാലമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ആ നീന്തൽക്കുളം ഇല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പുതിയ ഇൻഫർമേഷനാണ്. അപ്പോൾ അങ്ങനെ സ്കൂപ്പ് എന്ന് വെച്ചാൽ ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബീറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ബീറ്റ് ഉണ്ടാവും മിക്കവാറും ലേഖകർക്ക്. ഇപ്പോൾ സ്പോർട്സ് നോക്കുന്ന ഒരാൾ സ്പോർട്സ് ബീറ്റ് എന്ന് പറയും, സാഹിത്യം നോക്കുന്ന ഒരാൾ സാഹിത്യത്തിൻ്റെ ബീറ്റ് എന്ന് പറയും, ഇപ്പോൾ ട്രൈബൽ ഇഷ്യൂസ് നോക്കുന്ന ട്രൈബൽ ഇഷ്യൂ. ഇപ്പോൾ ഞാൻ നോക്കുന്ന ഒരു ബീറ്റ് കൃഷി സ്ഥിരം ഞാൻ നോക്കുന്നൊരു ബീറ്റാണ്. പിന്നെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും, പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും. അപ്പം നമ്മൾ ബീറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കണക്റ്റഡ് ആയിരിക്കണം, അതേക്കുറിച്ച് പഠിക്കണം. അതിനാണ് ബീറ്റ് എന്ന് പറയുക. സോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് വാർത്ത തരുന്ന ആളുകളെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഈ സോഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്ററോട് പോലും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കൽ ഞങ്ങളൊരു വാർത്ത, ഒരു ഡോഗ് സ്ക്വാഡിനെ കുറിച്ച് വാർത്ത എടുക്കാൻ പോയ സമയത്ത് ഇവിടുത്തെ ഡോഗ് സ്ക്വാഡ് വളരെ ബെസ്റ്റ് ടീമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, അവരുടെ ജീവനക്കാരുടെ ഈ സാമ്പത്തിക മറ്റേ എന്തൊക്കെയോ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ആ വാർത്ത കൊടുത്തപ്പോൾ പോലീസിനകത്ത് അന്വേഷണം വന്നു. അന്വേഷണം വന്ന സമയത്ത് പോലീസ് ഞങ്ങളോട് വിശദീകരണം ചോദിച്ചു. നിങ്ങൾക്ക് ആർത്താണ് എന്നെ വിളിച്ചത്? അന്ന് കോവിഡ് സമയത്തായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾക്കത് പറയേണ്ട എന്നുള്ള പ്രിവിലേജ് ഉണ്ട്, ഞങ്ങൾക്ക് സോഴ്സിനെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. അസൈൻമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അസൈൻമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി. ഈ ബ്യൂറോയുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് സർക്കാർ ജോലി പോലെ ഞങ്ങൾക്കൊരു ന്യൂസ് ഡയറി ഉണ്ടാവും. കുട്ടികളെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ന്യൂസ് ഡയറി ഉണ്ട്. ഈ ന്യൂസ് ഡയറിയിൽ ഞങ്ങളൊക്കെ എഴുതി വെക്കും, അടുത്ത മാസം 11-ാം തീയതി പറയും. രാവിലെ മീറ്റിംഗ് ഉണ്ടാവും, ബ്യൂറോ കോൺഫറൻസിൽ നമ്മൾ ഇന്നത്തെ പൊതുവായ രാഷ്ട്രീയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ മാർച്ചിൽ ഉണ്ടല്ലോ, അടി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരെ വിളിച്ച് ചോദിക്കും, ചേട്ടാ അടിക്കാൻ വല്ല പരിപാടി ഉണ്ടോ? അന്നൊരു അടി ഉണ്ടാവും, നിങ്ങൾ നേരത്തെ ഫോട്ടോഗ്രാഫറെ വിട്ടോ എന്ന് പറയും, അടി ഉണ്ടാവും എന്ന് പറയും. പിന്നെ വൈകുന്നേരത്ത് ഇപ്പോൾ BJP ഒരു സമ്മേളനം ഉണ്ട്, അപ്പോൾ ആ സമ്മേളനത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ നമ്മൾ വെക്കും. അപ്പോൾ ഇങ്ങനെ ബ്യൂറോ കോൺഫറൻസ് ചെയ്ത് ഓരോരുത്തർ അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പോൾ അസൈൻമെൻ്റൊക്കെ നടത്തിയ ശേഷം അതാണ് അസൈൻമെൻ്റ് എന്ന് പറഞ്ഞത്. അതേപോലെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞത്. സാധനം ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓഫ് ദ റെക്കോർഡ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ ചില മന്ത്രിമാരൊക്കെ പറയും നമ്മളോട് വളരെ അടുപ്പമുള്ള മന്ത്രിമാർ പറയും, എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ രാജിവെക്കുന്ന പ്രശ്നമില്ല, അയാൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മളോട് മൈക്ക് മാറ്റി പറയും, അയാൾ നാളെ രാജിവെക്കും, പക്ഷേ എനിക്കിന്ന് ഇങ്ങനെയല്ലേ പറയൂ, പക്ഷേ ഇത് ഓഫ് ദ റെക്കോർഡാണ്, ഇത് പുറത്ത് പറയില്ലേ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പത്രപ്രവർത്തക മര്യാദ വെച്ചിട്ട് ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞത് നമ്മൾ പറയാറില്ല. ഇതാണ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഹണി സ്റ്റോറി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹണി സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീച്ചറുകൾക്ക് പറയുന്ന ഒരു പുതിയ പേര് ഹണി സ്റ്റോറി എന്ന് പറയും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും കൊടുത്തു, ഹേ ഹണി വാട്ട് സ്പെഷ്യൽ ഫോർ ടുഡേ എന്ന് ചോദിക്കും. ഇന്നെന്താ ഹണി, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയും. അപ്പോൾ ഹണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിയപ്പെട്ടവളെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹണിയൊക്കെ ഇഷ്ടപ്പെട്ട സ്റ്റോറി ആയിരിക്കും. അപ്പോൾ അതൊരു ഹണി സ്റ്റോറി എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഈ കോൾ മൈൽ സ്റ്റോറികൾ എന്നൊക്കെ പറയും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രസമായിട്ട് എഴുതുന്ന ഫീച്ചർ റൈറ്റിംഗ് എന്ന് വെച്ചൊരു കലയാണ്. അതുകൊണ്ട് പിന്നെ ന്യൂസ് പ്ലസ് തിങ്കിങ്, ഈ സെല്ലിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടിയുണ്ട്. ഈ സെല്ലിംഗ് സ്റ്റോറി എന്ന് വെച്ചാൽ ഈ സാധനം കച്ചവടമാവുക എന്നുള്ളതാണ് പ്രധാനം. ഒരു സ്റ്റോറി കച്ചവടമാവണമെങ്കിൽ 4 പേര് വായിക്കണം. അപ്പോൾ ഞങ്ങൾ സെല്ലിംഗ് സ്റ്റോറി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് നന്നായി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു സെല്ലിംഗ് സ്റ്റോറി എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കരിമ്പ ഷമീർ എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യനൊരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ സ്ത്രീ, അയാളുടെ വൈഫ്, അതുവരെ അടച്ചിട്ടിരുന്ന ഒരു സ്ത്രീ
മരം കയറാൻ തുടങ്ങി. ആ സ്ത്രീ മരം കയറ്റം പഠിച്ചു. എന്നിട്ട് മരം കയറിയിട്ട് മുറിക്കുന്നൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതൊരു ഒരു 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 സെല്ലിങ് സ്റ്റോറി, നന്നായിട്ട് അത് പോയ ഒരു സാധനമായിരുന്നു. പിന്നെ ഈ നമ്മൾ പറഞ്ഞ ഫീച്ചർ റേറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ഈ സെല്ലിംഗ് സ്റ്റോറികളും ഹണി സ്റ്റോറികളൊക്കെ എഴുതുന്നതിന് ഒരു രീതിയുണ്ട്. സാധാരണ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് എന്നുള്ളതിന് ഉപരിയായിട്ട് ആളുകളുടെ ഒരു രസമായിട്ട് നമ്മളതിനകത്ത് ഇൻവൈറ്റ് ചെയ്യണം. അതിന് ഇൻട്രോ എന്ന് പറയും സ്റ്റോറി. ഇപ്പോൾ ഇൻട്രോ എന്ന് വെച്ചാൽ അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ തപസ്സിരിക്കും. ചില ആളുകളൊക്കെ ഈ പ്രസവ വേദന എന്നൊക്കെ പറയില്ലേ, ഒരു സ്റ്റോറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങളൊക്കെ ഇൻട്രോ, ചില ആളുകൾക്ക് ചായക്ക് ഇൻട്രോ കൊടുക്കും. ചില പുതിയ റിപ്പോർട്ടേഴ്സൊക്കെ ചേട്ടാ ഈ സ്റ്റോറിക്ക് ഒരു ഇൻട്രോ പറിച്ചു തരും, ചായ മേടിച്ചു തരാം എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു 1-2 സ്റ്റോറി പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ഈ ഒരു സ്ഥലത്ത് ചെറുമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വനിതകളുടെ ചെണ്ടകൊട്ട് സംഘം തുടങ്ങി. അപ്പോൾ ഈ സ്റ്റോറിക്കൊരു ഇൻട്രോ വേണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് എന്തൊക്കെ എഴുതാം? പെണ്ണുങ്ങളുടെ ചെറുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്ത്രീകളുടെ തായമ്പക സംഘം ശ്രദ്ധേയമാകുന്നു, എല്ലാവരും എഴുതുന്നു. ലോകത്ത് ഏത് 5ാം ക്ലാസ്സുകാരന് എഴുതാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ കൊട്ട് കേട്ടാൽ കോരിത്തെരിച്ചിരുന്ന് പോകും എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ ഈ ലോകത്ത് എല്ലാവർക്കും എഴുതാൻ പറ്റും. ആ മനുഷ്യന് ഇൻട്രോ എഴുതി തന്നെ എനിക്കിപ്പോഴും ഉണ്ട്. ചെറുമാട്ടിലെ ചെണ്ടകൾ പെണ്ണുങ്ങളുടെ തല്ലുകൊള്ളുന്നവരാണ് എന്ന് പറയുന്ന സമയത്ത് എന്തൊരു മനോഹരം. ചെറുമാട്ട ചെണ്ടകൾ പെണ്ണുങ്ങളുടെ തല്ലുകൊള്ളുന്നവരാണ് എന്ന് പറയുമ്പോൾ ആ നമ്മുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു കാഴ്ച വരുന്നില്ലേ നിങ്ങൾക്ക്? ഒരു വേലാണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. വേലാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു ഒരു നാട്ടിലെ കടത്തുകാരൻ. അതായത് ആ മനുഷ്യൻ ഇങ്ങനെ കുറേ കാലമായിട്ട് കടത്തി. അവിടെ ഒരു പാലം വരിക. പാലം വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റോറി എഴുതണം മനുഷ്യനെ. അപ്പോൾ ആ മനുഷ്യൻ എഴുതുന്ന സമയത്ത് ഒരാൾ എഴുതി ഇൻട്രോ ആയിരുന്നു, പാലമായിരുന്നു വേലാണ്ടി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സത്യത്തിൽ ഒരൊറ്റ വരി കൊണ്ട് നമുക്ക് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഷയുടെ ചില മാജിക്കുകൾ ഇപ്പോൾ ടീച്ചർ ഛന്ദസ്സും വൃത്തവും എന്നുള്ള ഇതിലാന്ന് പറഞ്ഞു. ഈ ഭാഷയുടെ ചില താളങ്ങൾ പറഞ്ഞു തരാം. ഒരൊറ്റ വരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരർത്ഥം മാറുന്നത്. ഇപ്പോൾ നിങ്ങളൊരു BJP ഭരിക്കുന്ന സമയത്താണ്, BJP-കാരിയാണ്. BJP-കാരിയായ സമയത്ത് പെട്രോളിൻ്റെ വില കൂടുന്നു. അപ്പോൾ BJP അനുകൂലമായ ഒരാൾ എങ്ങനെയാണ് വാർത്തയിൽ ഹെഡിങ് ഇടുക? പെട്രോളിൻ്റെ വില കൂടി, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ആ പെട്രോളിൻ്റെ വില കൂട്ടി എന്ന് എഴുതുമ്പോൾ അതിനകത്തൊരു ഒരു കൂടി എന്നുള്ളത് കൂട്ടി എന്ന് എഴുതുമ്പോൾ ഒരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ കൂട്ടി എന്ന് വെച്ചുമ്പോൾ നരേന്ദ്രമോദി രാവിലെ വിളിച്ച് അമ്മമാർക്ക് നല്ല പണി കൊടുക്കണം, എല്ലാത്തിനും പെട്രോൾ വില 10 രൂപ കൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു കൂടി എന്ന് പറഞ്ഞും കൂട്ടി എന്ന് വരുമ്പോഴും ഒരു കൊച്ചു താളമാകുമ്പോൾ പോലും ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഒരു DYSPക്ക് ഡോക്ടറേറ്റ് കിട്ടി. ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര്, കാസർഗോഡുകാരനാണ്. അപ്പോൾ പുള്ളിയുടെ പേരിൽ ഒരു കിഴങ്ങ് കണ്ടുപിടിച്ചു. പുള്ളി ഭയങ്കര പരിസ്ഥിതി സ്നേഹിയാണ്. അപ്പോൾ പുള്ളി ഒരു കിഴങ്ങ് കണ്ടുപിടിച്ചപ്പോൾ ആ കിഴങ്ങിന് ബാലകൃഷ്ണൻ ആനി അങ്ങനെ എന്തോ ഒരു പേരാണല്ലോ, ബോട്ടണിക്കാരുണ്ടെങ്കിൽ അറിയാം, കിളിയാനി അങ്ങനെ എന്തോ പേര് കൊടുത്തു. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, ഒരു കിഴങ്ങൻ DYSP ആണല്ലേ നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം കിഴങ്ങൻ DYSP ആണെങ്കിൽ പുറമെ അതിനകത്ത് ആ വാർത്ത നമുക്ക് എത്ര പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ചാനലുകളെ പോലെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സ്പേസ് തന്നിട്ട് അത്രയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് എഴുതുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം വരുന്ന സമയത്ത് നമുക്ക് വിവിധ ആംഗിളുകൾ ചിലപ്പോൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ബിപിൻ റാവത്ത് ഞങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ഇന്നലെ ഞാൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുപ്പൂർ പോയി. അപ്പോൾ തിരുപ്പൂർ പോയ സമയത്ത് ഒരു RSSകാരനായ ജനസംഘത്തിലൂടെ വളർന്ന ഒരാൾ ഉപരാഷ്ട്രപതിയാവുന്നു, നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ പോകുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്, ഈ മനുഷ്യൻ്റെ ചെറിയച്ഛൻ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. ഇതിപ്പോൾ നമ്മളവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അറിഞ്ഞത്. പിന്നെ ഇയാളുടെ അമ്മ. അപ്പം നമ്മൾ ഓരോ സ്ഥലങ്ങൾ നടക്കുമ്പോഴും ഇപ്പോൾ ഒരു അപകട വിവരം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ആരാണ് മരിച്ചത്, എവിടെ പോവുമായിരുന്നു. സാധാരണ അപകടത്തിലുപരിയായിട്ട് മക്കളുടെ മാമോദിസ ചടങ്ങിന് വസ്ത്രം മേടിക്കാൻ പോവുകയായിരുന്ന അമ്മ. ക്രൂരമാണ് അങ്ങനെ പറയുന്നത്, പക്ഷെ അങ്ങനെ വിളിച്ച സ്റ്റോറി സെല്ല് ചെയ്യും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അപകട വാർത്ത കണ്ടിട്ട് നിങ്ങൾക്കത് കത്തിയില്ല അല്ലേ എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സാർ അങ്ങനെയൊക്കെ എഴുതുക? അതായത് അപകടത്തിൽ ശോശാമ്മ മരിച്ചു എന്ന വാർത്തയ്ക്ക് പകരം
മാമോദിസയ്ക്കുള്ള വസ്ത്രം മേടിക്കാൻ പോയ അമ്മ മക്കളുടെ മുമ്പിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു എന്ന് എഴുതുമ്പോൾ ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും, പെട്ടെന്ന് ആളുകൾ ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അങ്ങനെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ എങ്ങനെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, ലോകത്ത് എന്ത് അപകടം നടന്നാലും ഞങ്ങൾ അന്വേഷിക്കും മലയാളികളുണ്ടോ എന്നാണ്. ഇപ്പോൾ ജോർദാനിലൊരു കപ്പൽ മുങ്ങി, അപ്പം ചോദിക്കും അത് ജോർദാനിലൊരു കപ്പൽ മുങ്ങിയിട്ട് എല്ലാ ബ്യൂറോകളും മലയാളികളുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയും. പാലക്കാട് വേറൊരു ദുരിതം കൂടിയിട്ട് ലോകത്ത് എവിടെയൊക്കെ സംഗീതജ്ഞമായി മരിച്ചാലൊക്കെ പാലക്കാടായിട്ട് ബന്ധമുണ്ടാവും. ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏതെങ്കിലും കോണിൽ ഏതെങ്കിലും സംഗീതജ്ഞൻ മരിച്ചാൽ നമ്മളോ അയാൾ മരിച്ചല്ലേ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അതെ കൽപ്പാത്തി ഞങ്ങളോട് ഊരൊക്കെ വന്നിருக்கு പണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ഈ സംഗീതത്തെക്കുറിച്ച് പഠിച്ച് വാർത്തയാക്കണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ന്യൂസ് പ്ലസ് ആയിട്ട് ചിന്തിക്കാം. പിന്നെ ഇപ്പോൾ ബിപിൻ റാവത്ത് കഴിഞ്ഞ ദിവസം ഞാനത് റിപ്പോർട്ട് ചെയ്ത ഒരാളായതുകൊണ്ട് പറയാം, ഒരു വിമാനം തകർന്നു വീണു, ഹെലികോപ്റ്റർ തകർന്നു വീണു, ബിപിൻ റാവത്ത് നമ്മുടെ സേനാ മേധാവി മരിച്ചു. ഒറ്റ വാർത്തയുള്ളൂ, ബാക്കി മൊത്തം ഞങ്ങൾ എന്താണ് എവിടെ ഒന്നും അറിയില്ലായിരുന്നു. അന്ന് രാത്രി ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് പല സാധ്യതകൾ എന്തായിരിക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് നടന്ന വിമാനാപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കും, എന്തായിരിക്കാം ഈ ഹെലികോപ്റ്റർ അപകടങ്ങൾക്ക് കാരണം എന്ന് ചിന്തിക്കും. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ നമ്മൾ കണ്ട് അവതരിപ്പിക്കണം. അവിടെ ആളുകൾക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്ന് ആലോചിക്കും. എന്നിട്ട് എത്രയോ ദിവസത്തെയാണ് ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കൊലപാതകങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ പല കൊലപാതകം ഉണ്ടായാലും കഷായം കൊടുത്ത് കൊലപാതകം നടത്തിയപ്പോൾ നമ്മൾ നന്നായിട്ട് കാരണം എന്താ കഷായം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിലും വലിയ കൊലപാതകം, പക്ഷെ ആർക്കും ഒരാൾക്ക് തോന്നി സാധാരണ ഒരു കൊലപാതകം ആയിരിക്കാം. അപ്പോൾ റിപ്പോർട്ടർ അല്ല ഈ കുട്ടി എങ്ങനെ മരിച്ചത്, അതെന്താ വിഷം കഴിച്ച് മരിച്ചത്, അങ്ങനെ വിഷം കുടിച്ച് ആ പെണ്ണെന്തോ കഷായത്തിൽ കലക്കി കുടിച്ച കഷായത്തിൽ കലക്കി കുടിക്കുക എന്ന് പറഞ്ഞ പോലത്തെ ആദ്യമല്ലേ, അങ്ങനെ ഏതോ ഒരു റിപ്പോർട്ടർക്ക് തോന്നിയതായിരിക്കാം അതാവുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് സിലബസ് ബന്ധിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ സത്യത്തിൽ ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പഠിച്ചത് കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ വീണ് പഠിച്ച ഒരു ജേർണലിസ്റ്റാണ്. ഈ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തറിയോ, ഒന്ന് പ്രധാനമായിട്ട് ഇത് കുടുംബത്തിൽ ഈ മറ്റൊരു കാര്യം ഒരു നമ്മൾ ഡിസ്ക്ലൈമർ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന പത്രപ്രവർത്തനം പൊതുവായിട്ടുള്ള പത്രപ്രവർത്തനമാണ്. അതായത് പൊതുവായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പത്രപ്രവർത്തനമായിട്ട് ചേരുന്നില്ല. പണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോട് പത്രാധിപരാവാൻ വേണ്ടി വക്കം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പത്രാധിപരായിക്കൊള്ളൂ, ഞാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ എഡിറ്റോറിയൽ കണ്ടന്റിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആയത്. അപ്പോൾ സ്വദേശാഭിമാനിയെ പോലെ നല്ലൊരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായത് അദ്ദേഹത്തെ പോലെ നല്ല എഡിറ്റർ ഉണ്ടായതുകൊണ്ടാണ്. ഇന്ന് എൻ്റെ മരക്കച്ചവടത്തിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങും, അതിൽ നീ വന്ന് പണിയെടുക്കണമെന്ന് പറയുന്നത് പോലെ അല്ല. അപ്പം അതുകൊണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞതൊരു സേവനമാണ്. പത്രം മുതലാളി നടത്തിപ്പ് എന്ന് പറഞ്ഞതൊരു ബിസിനസ്സാണ്. ഒരു ബിസിനസ്സിനകത്ത് ചെയ്യുന്ന സേവനമാവുന്ന സമയത്ത് അതിൻ്റേതായ കുറേ പരിമിതികളുണ്ടാവും. എന്നിരുന്നാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, കുടുംബത്തിലെല്ലാവരും വായിക്കേണ്ടതാണ്. അപ്പോൾ സഭ്യമായിട്ട് എഴുതുക, ഭാഷ പ്രധാനമായിട്ടുള്ളൊരു ഭാഷ. പിന്നെ സത്യമെന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ലേഖകൻ്റെ ജോലി എന്ന് പറയുന്നത് വാർത്ത സൃഷ്ടിക്കുകയല്ല, അയാളൊരു സാക്ഷിയാണ്. ഈ സാക്ഷി അവിടെ പറയുക എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ മുമ്പൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വി എസ് അച്യുതാനന്ദൻ ഒരു തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ CPM പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടായത് VS അച്യുതാനന്ദൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ VSൻ്റെ ശരീരഭാഷയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തു. അത് വലിയ പറഞ്ഞിരുന്നു, VS ശരീരഭാഷ ശരിയല്ല എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കരുത്, അതിശയോക്തപരമായിട്ട് എഴുതരുത്. പിന്നെ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത്. ഈ പൊതുപ്രവർത്തകരുടെ ജീവിതവും ഇതൊക്കെ എഴുതി വെച്ച തിയറിയാണ്. പൊതുപ്രവർത്തകരുടെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്ന് പറയും. പക്ഷേ ഒരു വ്യക്തി തൻ്റെ പൊതുപ്രവർത്തകൻ എന്ന അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് മറ്റെങ്കിലും തരത്തിൽ കൊള്ളരുതായ്മ കാണിക്കുന്നത് ക്രൂരമാണ്. അത് ഒരിക്കൽ പോലും നമുക്ക് അത് തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യേണ്ടതാണ്. മദ്യത്തിനും പണത്തിനും വേണ്ടി എഴുതരുത്. പരസ്യമായി കൊടുക്കേണ്ടത് പരസ്യമായിട്ട് വരണം, വാർത്തയായിട്ട് വരരുത്. പിന്നെ എല്ലാവരും ചെയ്യാത്തതും നമ്മളൊക്കെ തെറ്റിക്കുന്നൊരു കാര്യമാണ്, ഈ കുറ്റവാളികൾ എന്ന് പറഞ്ഞത് ഓരോ വ്യക്തികളാണ്. കുടുംബത്തെ വലിച്ചിഴക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ ചെയ്യുന്നത്. മന്ത്രിയുടെ മോൻ കഞ്ചാവ് 5 ഗ്രാം കഞ്ചാവ് വലിച്ചു പിടിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അളിയൻ്റെ മകൻ്റെ മകനാക്കി, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ അടുത്ത വീട്ടിലെ ഒരാൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ എഴുതാറുണ്ട്. അത് പാടില്ല.
പിന്നെ നിയമം, കോടതി എന്നിവയോട് പരമാവധി ബഹുമാനം കാണിക്കണം എന്ന് പറയും. നമ്മൾ പൊതുവേ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഈ കോടതി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ പറയാം. ഇപ്പോൾ നിയമം, കോടതി എന്ന് പറയുന്ന സമയത്ത് ഈ കോടതികളിൽ ചില മാന്യതകളും പെരുമാറ്റ രീതികളൊക്കെ ഉണ്ട്. കോടതികൾ ഇപ്പം നമ്മൾ ഒരു കാരണവശാലും തെറ്റാതെ വരുന്ന വാർത്തകൾ കോടതി വാർത്തകളാണ്. കാരണം കോടതി വാർത്തകൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന കാര്യം കോടതി വാർത്തകൾ. പിന്നെ വിധിയെ വിമർശിക്കരുത്. കോടതി വിധികളെ നമ്മൾ അതിനെ അവലോകനം ചെയ്യാം, വിധിയെ വിമർശിക്കരുത്. മറ്റൊരാളുടെ വരികളെ തെറ്റായി ഉദ്ധരിക്കരുത്. ഒരാളുടെ വ്യാകരണ തെറ്റോ അയാളുടെ ചേഷ്ടകളോ ഗോഷ്ഠികളോ ഒന്നും വാർത്തയാക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അല്ലല്ലോ താനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടാവാം. എഴുതി വെച്ചത് അങ്ങനെയാണ്. മറ്റൊരാളുടെ വരികളെ തെറ്റായി ഉദ്ധരിക്കരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പല ചാനലുകളിലും പലതായിട്ട് വരുന്ന ഒരേ ആളുടെ സംസാരം തന്നെ അല്ലേ, ഒരേ ആൾ പറയാണ്. അല്ലെങ്കിലും ഇപ്പോൾ ചില ആളുകൾ അല്ലെങ്കിലും ഈ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ വലിയ പരാജയത്തിലേക്ക് പോകും, അതില്ലാതിരിക്കാനല്ലേ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു ചാനലിൽ അത് ആദ്യം എടുക്കും. മറ്റേ ചാനലുകൾ നമ്മുടെ ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ 2 സംഘടനകൾ ഉണ്ടായിരുന്നു. ഈ സംഘടനകൾ സ്ഥിരം പരിപാടിയായിരുന്നു. അവർ ഒരു വിഭാഗം എന്ന് പറയും, മറ്റൊരു വിഭാഗം എന്ന് പറയും. ഓരോ വാക്കുകൾ അടർത്തിയെടുത്ത് പറയും. പിന്നെ ഓഫ് ദ റെക്കോർഡ് എംബാർഗോ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എംബാർഗോ, അത് നിങ്ങളൊരു പ്രധാനപ്പെട്ട എംബാർഗോ എന്ന് വെച്ചാൽ ഈ നമ്മൾ ചില വാർത്തകൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കും, അതിനാണ് എംബാർഗോ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്ട് എല്ലാ മഹാന്മാരെക്കുറിച്ചുള്ള മരിച്ച വാർത്തകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരു ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലത്തെ മീറ്റിംഗ് പറയും, സാറേ മറ്റേ പുള്ളിക്ക് ഇത്തിരി വയ്യ, നമുക്ക് സാധനമൊക്കെ തയ്യാറാക്കി വെക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ ഈ ചില MP-മാരെ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു മനുഷ്യനെ വിളിച്ചപ്പോൾ അയാളുടെ മരണ വാർത്തയാണ് ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണിക്ക് മരിച്ചാൽ തയ്യാറാക്കാൻ സമയമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തയ്യാറാക്കി വെക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മുൻ സീനിയറായ MP-യെ ഞാനിങ്ങനെ വിളിച്ച്, അല്ല എന്തുണ്ട്, അല്ല നിങ്ങൾ 88-ലായിരുന്നോ? അപ്പോൾ അന്നത്തെ അപ്പോൾ പുള്ളി ഇതൊക്കെ സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ മറ്റേത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ എന്ന് ചോദിക്കും. മറ്റൊരാൾ ചോദിച്ചു ഇതെപ്പോഴാണ് വരിക എന്ന്. അതിന് എംബാർഗോ എന്ന് പറയും. അപ്പം അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുൻ കോൺഗ്രസ് നേതാവ് CP അൻവറുദ്ദീൻ കുറേ കുത്തെഴുതും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങൾ എംബാർഗോ എന്ന് എഴുതി വയ്ക്കും. പല ആംഗിളും ഉണ്ട്. ഇപ്പോൾ അതിനാണ് എംബാർഗോ എന്ന് പറയുക കേട്ടോ. അപ്പോൾ എംബാർഗോ എന്നുള്ളത് ചെയ്യരുത്. പിന്നെ മതമൈത്രി, ആരാധനാലയങ്ങൾ, വിശ്വാസം, ഇതൊന്നും തകർക്കുന്ന രീതിയിൽ എഴുതരുത്. പിന്നെ ഈ ആത്മഹത്യ, വിവാഹമോചനം എന്നിവയൊക്കെ വളരെയധികം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ ഒറ്റപ്പെട്ട ആത്മഹത്യകൾ ഞങ്ങൾ ചരമമായിട്ടേ കൊടുക്കാറുള്ളൂ. അതെന്താ സംഭവിച്ചത്? ഈ ആത്മഹത്യ വയനാട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വയനാട് കർഷക ആത്മഹത്യകൾ കൂടെ പെരുകാൻ കാരണം ഒരു കർഷകൻ ആത്മഹത്യ ചെയ്താൽ 2-3 ആത്മഹത്യകൾ ഉറപ്പായിട്ടും സംഭവിക്കും. കാരണം വെച്ചാൽ ആളുകൾക്കൊരു ടെൻഡൻസിയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇതാക്കരുത്. പിന്നെ സമ്മർദ്ദത്തിനും പ്രലോഭനത്തിനും വഴങ്ങരുത്. അതൊക്കെ നമുക്ക് ഈ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പേര് സമ്മർദ്ദവും പ്രലോഭനമൊക്കെ. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വിഷയങ്ങൾ നടക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒക്കെ ഇലക്ഷന് സമയത്തൊക്കെ നമ്മൾ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ മനുഷ്യൻ ഒരു കുറ്റാരോപിതനായി കഴിഞ്ഞാൽ പിന്നെ ആ സൗഹൃദം ഒന്നും അദ്ദേഹം നമ്മളെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനും പാടില്ല, തിരിച്ച് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ സൈരിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കോളേജ് ഞങ്ങൾ ഒരുമിച്ച് വളരെ കാലം സൗഹൃദത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ സമയത്ത് ഈസ് എ കാൻഡിഡേറ്റ്. ഈ ശ്രീധരൻ വരുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ശ്രീധരനെ പോലെ വലിയൊരു മെട്രോമാൻ ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്ത് നമുക്കൊക്കെ അദ്ദേഹത്തോട് ഒരു വല്ലാത്ത റെസ്പെക്റ്റ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു, മനോരമ പറഞ്ഞു മെട്രോമാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഈസ് എ കാൻഡിഡേറ്റ്. എല്ലാ കാൻഡിഡേറ്റും ഒരുപോലെ. മെട്രോമാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറാണ്. എല്ലാവരും ഒരുപോലെ കാണണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ അറിയാനുള്ള അവകാശം നമ്മൾ നിഷേധിക്കരുത്, ഒരു വാർത്ത മൂടി വെക്കരുത്. പക്ഷെ ചില സമയത്ത് ചില വാർത്തകൾ ഞങ്ങൾ മറച്ചു വെക്കാറുണ്ട്, മൂടി വെക്കാറുണ്ട്. അതെന്താ വെച്ചാൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു ദിവസം അത് മിക്കവാറും ഞങ്ങൾ മാതൃം വിളിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ഞങ്ങൾ കൊടുക്കും എന്ന് പറയും. അല്ല നമ്മൾക്ക് കൊടുക്കേണ്ട നിങ്ങൾക്ക് കൊടുക്കേണ്ട എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ജേർണലിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞത്. പിന്നെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഈ കാവൽ നായ്ക്കളെന്ന് പറയും. പണ്ട് ഏതൊരു മന്ത്രി പത്രക്കാരെ നിങ്ങളൊക്കെ വെറും പട്ടികളാണെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു അത്രേ, പത്രക്കാരോ ഞാൻ നിങ്ങളെ
വാച്ച് ഡോഗ് മാധ്യമപ്രവർത്തനം വെച്ചാൽ ഒരിക്കലും ലാബ് ഡോഗ് ആവാൻ പാടില്ല. ആരുടെയും മടിയിൽ കിടക്കുന്ന ആളുകളായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സ്റ്റോറി. ഇനി നിങ്ങൾക്കിങ്ങനെ ഞാൻ തന്നെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഒന്ന് കിടക്കാം. ഇരുന്നോളുകളെ. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മാധ്യമപ്രവർത്തന ഉത്തരവാദിത്തം വെച്ചാൽ വാർത്തകൾ കണ്ടെത്തി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ടർമാരാണ് അത് ചെയ്യുന്നത്. റിപ്പോർട്ടർമാരെന്ന് വെച്ചാൽ ദ പേഴ്സൺ, അദ്ദേഹം പോയി റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ. എല്ലാ പത്രങ്ങളിലും തുടക്കത്തിലുള്ള തസ്തിക റിപ്പോർട്ടർ ട്രെയിനി എന്ന് പറഞ്ഞ തസ്തികയായിരിക്കാം. അപ്പം ഞങ്ങളൊക്കെ മനോരമയിൽ റിപ്പോർട്ടർമാർ സബ് എഡിറ്റർ ട്രെയിനി. അപ്പം സാധാരണ മനോരമ, മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളിൽ ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ബിരുദത്തിന് ശേഷം ജേർണലിസത്തിൽ ഡിപ്ലോമ. അപ്പോൾ ഞാൻ ബിരുദാനന്തര ബിരുദം കൊമേഴ്സിലായിരുന്നു. അതിനുശേഷം ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഈ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൗതുകവും നമ്മുടെ കഴിവുമൊക്കെ കണ്ടെത്താനുള്ള ഒരു രസമുള്ള സാധനം. അത് ചില ഭാവനയിൽ എഴുതുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്തുണ്ടെന്ന് ഞാൻ കുഞ്ചുകുറുപ്പായാൽ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കുഞ്ചുകുറുപ്പായാൽ എന്ത് ചെയ്യും എന്നത്. ഞാൻ ഇപ്പോൾ മോള് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞില്ല, ഈ ഓണത്തിന് മോൾക്കൊരു പത്രത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം, ഒരു ചാനലിൻ്റെ ഉത്തരവാദിത്തം, ഈ ഓണത്തിന് നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്താവുന്ന ഒരു 5 പരിപാടികളുടെ പേര് പറയുമോ? വാർത്തകൾ ഒന്നും ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഓണത്തിന് നിങ്ങളൊരു പത്രത്തിൻ്റെ സബ് എഡിറ്റർ ട്രെയിനായിട്ട് കയറി. അപ്പോൾ നിങ്ങൾ ജെൻസിയിൽപ്പെട്ട ആളാണല്ലോ, ഈ ഓണത്തിന് നിങ്ങൾക്കാണ് അതിൻ്റെ ചുമതല. എന്തൊക്കെ പരിപാടികൾ നമുക്ക്, ആരുടെ ഇൻ്റർവ്യൂ നടത്തണം, എന്തൊക്കെ പരിപാടികൾ നടത്താം എന്ന് പറഞ്ഞിട്ട് നടത്തും എന്നൊരു ആശയം പറയാൻ എന്തൊക്കെ പറയും? പിണറായി വിജയനും വി.ഡി. സതീശനും കൂടി ഒരു ഓണം ആഘോഷിക്കുന്നൊരു സെറ്റ് പരിപാടി എങ്ങനെ ഓണത്തെക്കുറിച്ച് പറയുന്നു? രസമായിരിക്കില്ലേ? അല്ലേ? ഭയങ്കര രസം. ഇപ്പോൾ മമ്മൂട്ടി അസുഖബാധിതനായി തിരിച്ചു വന്നു. മമ്മൂട്ടി തൻ്റെ ആ ദിവസങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചതെന്നുള്ളൊരു ഇൻ്റർവ്യൂ ഭയങ്കര കൗതുകമായിരിക്കില്ലേ? അല്ലേ? മോഹൻലാൽ നല്ല കുക്കാണ്. ഇത്തവണ ഓണസദ്യ മോഹൻലാലിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് എങ്ങനെയുണ്ടാവും? ഭയങ്കര രസമല്ലേ? പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നമ്മുടെ മലയാളി, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വിദേശത്തുണ്ട്. ഈ വിദേശത്തുള്ള നിങ്ങളുടെ മറ്റേ ആസ്ട്രേലിയയിലും അന്റാർട്ടിക്ക ഒക്കെ ഉള്ള ആളുകൾ അവിടെ ഓണം ആഘോഷിക്കുന്ന ഒരു 10 ചിത്രങ്ങൾ വ്യത്യസ്തമായിരിക്കില്ലേ? ഈ കച്ചവടമായി പോകില്ലേ? സെല്ലിങ് ആയിരിക്കില്ലേ? അല്ലേ? അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസിനാണ് പത്രങ്ങളിൽ ഏറ്റവും വേണ്ടത്. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, കച്ചവടമാക്കാൻ പറ്റുന്ന ഐഡിയാസ് വേണം. എങ്ങനെയൊക്കെ സാധനം പ്രസൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ രാവിലെ അണിഞ്ഞൊരുങ്ങി പോകുന്ന സമയത്ത് സാധാരണ ഇച്ചിരി സൗന്ദര്യം കുറവാണെങ്കിലും ആളുകൾക്ക് ശ്രദ്ധിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഐഡിയാസിനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ വാർഷിക പതിപ്പുണ്ടല്ലോ, ഈ വാർഷിക പതിപ്പ് എത്രയോ കാലം മുമ്പ് തയ്യാറാക്കി വെക്കും. ഇത്തവണ ഞങ്ങളുടെ വാർഷിക പതിപ്പിൽ വന്നതായിരുന്നു പാർട്ടി വിട്ട ആളുകളുടെ ഒരു കൂട്ടായ ചർച്ച. അപ്പോൾ അതിനകത്ത് ഡോക്ടർ സരിൻ, സന്ദീപ് വാര്യർ, പത്മയച്ചി, അപ്പോൾ ഇവരെ കൊണ്ട് ഞാനാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവർ 3 പേരും ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് 3 പാർട്ടിക്കാർ 3 കാരണങ്ങൾ കൊണ്ട് പാർട്ടി മാറിയ ആളുകൾ. ഇത് ഭയങ്കര രസമായിട്ട് ഇത്തവണത്തെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ആഴ്ചകൾക്ക് മുമ്പ് ഇതേപോലെ നിങ്ങൾ വിചാരിക്കുന്ന ഈ സെറ്റൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഓണത്തിന് ഇങ്ങനെ കസവുമുണ്ടൊക്കെ എടുത്ത് വരുന്ന മാസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ ഇത്തവണ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും വെച്ച് എടുത്തിട്ട് കുടുങ്ങിപ്പോയത്. കാരണം ഓണത്തിന് ഇത് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മൾ സബ് എഡിറ്റർ റിപ്പോർട്ടർ, ഇതാണ് വേണ്ടി. എല്ലാ പത്രങ്ങൾക്കും ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ഈ ട്രെയിനിങ് പീരീഡ് എന്ന സമയത്ത് ഓരോരുത്തരും ആ പത്രത്തിന് വേണ്ട രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്യും. അതിന് സ്റ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഞങ്ങൾ പോലീസിനെ പറയുള്ളൂ, മാതൃഭൂമി പോലീസ് എന്ന് പറയും. ഞങ്ങൾ പോലീസ് എന്നേ പറയുള്ളൂ. ആശുപത്രി എന്നേ പറയുള്ളൂ, മാതൃഭൂമി ആസ്പത്രി എന്ന് പറയും. അല്ലേ? ലീറ്റർ എന്നാണ് ഞങ്ങൾ പറയുമോ? ലിറ്റർ എന്ന് പറയും. 10 ലിറ്റർ വെള്ളം എന്നേ പറയുള്ളൂ. ചില ആളുകൾ തെറ്റിയെന്നൊക്കെ പറയാറുണ്ട്, 10 ലിറ്റർ എന്നേ പറയുള്ളൂ. ഓരോ പത്രത്തിനും അവരുടേതായ ഒരു ഭാഷാശൈലിയും പ്രയോഗങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചില പള്ളിയിലച്ചന്മാരെ, പല ബിഷപ്പുമാരെ കുറിച്ചൊക്കെ പറയുന്നത് നിതാന്ത വന്ധ്യ നിത്യ മഹാമഹിമശ്രീ എന്ന് പറയും. കൊടുക്കാറില്ല, ശ്രീ എന്ന് കൊടുക്കാറില്ല. ശ്രീ എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് ദേശാഭിമാനിയിൽ ശ്രീ എന്ന് കൊടുക്കുകയായിരുന്നു, ചന്ദ്രികയിൽ ജാന്ന് കൊടുക്കുകയായിരുന്നു, ജനാബ് എന്നുള്ളത്. അപ്പോൾ സഖാവെന്ന് ദേശാഭിമാനിയും ജനാബെന്ന് ചന്ദ്രികയും കൊടുക്കുകയായിരുന്നു.
അപ്പോൾ ഒരു സമയത്ത് ഈ അച്ച് നിരത്തുന്ന സമയത്ത് സ എന്ന് എഴുതിയിട്ട് മൊത്തം കഴിഞ്ഞു പോയി. അപ്പോൾ ചന്ദ്രികയ്ക്ക് കത്ത് എഴുതി എത്ര, കുറച്ച് സ കൊടുത്തയക്കുന്നു, കുറച്ച് ജ കൊടുത്തയക്കുന്നു, പകരം കുറച്ച് സ ഞങ്ങൾക്ക് തിരിച്ചു തരുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതേപോലെ ഇപ്പം സാഖാവ്, പത്മശ്രീ അങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നും ഒഴിവാക്കാറില്ല. അത് നമ്മുടെ പത്രത്തിൻ്റെ സ്റ്റൈലാണ്. അത് കഴിഞ്ഞാൽ ട്രെയിനിങ് പീരീഡിൽ നമ്മളെ വിവിധ ജില്ലകൾ വിവിധ രീതികളിലൊക്കെ ജോലിക്ക് പറഞ്ഞു വിടും. പല സ്റ്റൈലുകൾ, പല അസൈൻമെൻറ്റുകൾ കൊടുക്കും. ഈ ട്രെയിനിങ് റിപ്പോർട്ടർമാർ എപ്പോഴും ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ഒരു സർവൈലൻസിലായിരിക്കും, കൺട്രോളിലായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാത്തിനോടും അനീതി, അക്രമമൊക്കെ തോന്നുന്നതുകൊണ്ട് അങ്ങനെ കടന്നെഴുതാൻ പാടില്ല. ഈ 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ടർ ബാർ, സബ് എഡിറ്റർ ബാർ പ്രൊബേഷനിലായിരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾക്ക് വലിയൊരു മാറ്റം നടക്കുന്നത്, ഒന്നില്ല നിങ്ങൾ റിപ്പോർട്ടറാണോ ഡെസ്കിലാണോ എന്നുള്ളൊരു ചോദ്യം വരും. ഡെസ്കിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ജോബാണ്. ക്രിയേറ്റീവ് ജോബ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറി എഡിറ്റ് ചെയ്യുന്നു, ആ ചിത്രത്തിന് പറ്റിയ രീതിയിൽ ഫോട്ടോ പ്ലേസ് ചെയ്യുന്നു, അതിന് നല്ല ഹെഡിങ് ഇടുന്നു, അതിന് നല്ല ക്യാച്ച് വേർഡ് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല മനോഹരമായിട്ട് അവയിൽ ഉപ്പ് വേശി പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമാക്കുന്നതാണ് സബ് എഡിറ്റർ. സബ് എഡിറ്റർക്കും ശരിക്കും ജേർണലിസം സ്കില്ല് വേണ്ടതാണ്. പക്ഷെ വളരെ യാന്ത്രികമായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഹെഡിങ്ങിലൊക്കെ തെറ്റ് വരാറുണ്ട്. അപ്പം ഞങ്ങൾ ചില തെറ്റുകളൊക്കെ വരും റിപ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ റിപ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്ത് സമയത്ത് ഇപ്പോൾ ഞാൻ പറയണം 1994 PS വിജയരാഘവൻ പാലക്കാട് MP ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് അയാളല്ല MP 94-ലല്ലോ 91-ലായിരുന്നല്ലോ എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ സബ് എഡിറ്റർമാരെന്ന് പറഞ്ഞ ജോലിയുണ്ട്. പെൺകുട്ടികൾ കൂടുതൽ പേരും സബ് എഡിറ്റർമാരായിട്ടാണ് ഇപ്പോൾ മനോരമയിലേക്ക് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് എഡിറ്റർമാരുടെ ജോലി രാത്രിയാണ്. വൈകുന്നേരത്തെ ഒരു 6 മണിക്ക് തുടങ്ങി ഒരു 10, 12, 1 മണി വരെയൊക്കെ ജോലി ചെയ്യാം. പല ഇതിലുണ്ട്, ഓഫീസിൽ ചെയ്യുന്ന ജോലിയാണത്. പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യലൈസേഷൻ അങ്ങനെ മുന്നോട്ട് പോകുന്ന ജോലിയാണ് ഈ ജേർണലിസം എന്ന് പറയുന്നത്. ചാനലുകളിലും ഇതേപോലെ തന്നെ. ചാനലുകൾ എനിക്ക് തോന്നുന്നു ഈ ഡെസ്കിലുള്ളവർക്ക് പ്രൊഡ്യൂസർമാരെന്നാണ് തോന്നുന്നത്. ഓരോ സ്റ്റോറികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ കണ്ടൻറ്റ് വേഡ്, അതിൻ്റെ വിഷ്വൽസ് അതൊക്കെ നോക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചാനലുകളിലെ ജോലി കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവർക്കതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഞാനൊക്കെ വിചാരിക്കാറുണ്ട് നമുക്കൊക്കെ അയ്യോ തെറ്റിപ്പോകുന്നു. പക്ഷേ എത്രയോ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഞാനൊരിക്കൽ വയനാടുള്ള സമയത്ത് ഒരു ചുരത്തിലൊരു ബസ് മറിഞ്ഞ സമയത്ത് അവിടെ നിന്ന് പറയും എങ്ങനെ അറിയോ, ലൈവിൽ പോകുന്നുണ്ടേ ഓണാക്കുകയാണെന്ന് പറയും. പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ ഒരു പറയൂ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വാഹനം ഇടിച്ചതായിട്ടാണ് കാണുന്നത്, ബസ്സാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബസ് എത്രയും പെട്ടെന്ന് അവിടെ പോകും. വളരെ വലിയ അപകടം നടക്കുന്ന മേഖലയാണ്. അപകടം നടന്നാൽ മനുഷ്യജീവനൊക്കെ വലിയ അപായം ഉണ്ടാവും. അവിടെ തൊട്ടടുത്ത ആശുപത്രി ഇല്ല എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റ് പോവും. ഈ സമയത്തൊന്നും ഈ മനുഷ്യന് ഒരു ഇൻഫർമേഷനും ഉണ്ടാവില്ല. ഈ മാത്രമല്ല ചില കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റിപ്പോർട്ടർക്ക് ഒരു ഗ്രാഹ്യമില്ലെങ്കിൽ പരസ്യമായിട്ട് നാണക്കേടാവും. കാരണം ഇത് അറിയുന്ന ആളുകളാണല്ലോ കാണുന്നത്. ഞങ്ങൾക്കൊരു സമയമുണ്ട്. അപ്പം അതുകൊണ്ട് പത്രത്തിലും ചാനലിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾ ആദ്യമായിട്ട് വേണ്ട നന്നായി വായിക്കുക. വായനാശീലമുള്ള ആരൊക്കെയുണ്ട്? വായനാശീലം, ഈ വായനാശീലം എന്ന് പറഞ്ഞത് ഒരു നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ്. നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കൂടുന്തോറും നമുക്ക് എന്ത് കിട്ടുക? അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? ബൈബിളിൽ പറയുന്നത് ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് വായി സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് എത്രത്തോളം, ഒരിക്കലും ഒരു കടലാസ് കഷ്ണം വായിച്ചാൽ പോലും നമുക്ക് വേസ്റ്റായി പോയില്ല. പരമാവധി വായിക്കുക. ഏത് സമയത്താണ് അറിവ് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില സംഗീതത്തിൻ്റെ സംഗീതത്തിൻ്റെയൊക്കെ ചെയ്യേണ്ട ഒരു ഘട്ടമൊക്കെ വരാറുണ്ട് നമുക്ക് ഈ പാലക്കാടായതുകൊണ്ട്. സംഗീതം ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിൽ സംഗീതത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അതേക്കുറിച്ച് എല്ലാം അറിയും, അറിയാത്തവർക്കൊന്നും അറിയില്ല. എഴുതുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതാണത്. പിന്നെ ബ്ലോഗർമാരാരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? വ്ളോഗ് ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകൾ ആരൊക്കെങ്കിലും ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? എഴുതൂ, മനോഹരമായിട്ട് എഴുതും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ സാഹിത്യമൊന്നും നോക്കരുത്, വളരെ സിമ്പിളായിട്ട് എഴുതുക. ഞാനിന്നൊരു പൂവിനെ കണ്ടു, പൂവ് വളരെ മനോഹരമായിരുന്നു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ വേർഡായിട്ട്. ഈ നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ കുറേ വാക്കുകളൊക്കെ, ഇപ്പോൾ ചന്തം എന്നുള്ള വാക്കൊന്നും നമ്മൾ പറയാറില്ലല്ലോ. ചന്തം എന്നുള്ള വാക്ക് പറയാറില്ല അല്ലേ? അങ്ങനെ കുറേ വാക്കുകളുള്ള മനോഹരമായ വാക്കുകളൊക്കെ കൂട്ടി എഴുതാം. ഇനി എന്താ സംശയമുണ്ടോ? അത് കഴിഞ്ഞാൽ ഞാൻ സത്യാനന്തരത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇന്നത്തെ കാലത്ത് ഈ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കുട്ടികളെ സത്യമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് സത്യം അറിയണ്ടേ? അതിനെന്ത് ചെയ്യും?
നിങ്ങൾ എവിടെ നിന്ന് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്? ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾക്ക് ഈ ലോക കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുന്നത്? ഫോണിലൂടെയാണ്? ഫോണിലൂടെ വീട്ടുകാരിങ്ങനെ മറ്റേ അമേരിക്ക നടന്നവരും ലോകത്ത് നടക്കുന്നൊക്കെ വിളിച്ചു പറയുക. ടി വി കാണാറുണ്ടോ? ന്യൂസ് അവർ കാണും വൈകുന്നേരത്ത്. ചർച്ച കാണാറുണ്ടോ? ഈ മൊബൈലിൽ വരുന്ന ക്ലിപ്പിംഗാണ് കാണാറ്. പത്രം വായിക്കാറുണ്ടോ? പത്രം വായിക്കാൻ എന്തായാലും കുഴപ്പമായിട്ട് തോന്നുന്നത്? ഈ ലോകം ഈ പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഈ ലെഗസി മീഡിയയ്ക്ക് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കൂടുന്നു പ്രിന്റ് മീഡിയയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ പല വാർത്തകളും പല സ്ഥലത്തു നിന്ന് വരുന്നതോടുകൂടി പിറ്റേന്ന് പത്രത്തിൽ വരുന്നൊരു കുറച്ചുകൂടെ എക്സ്പേർട്ടായ ആളുകൾ, സീനിയറായ ആളുകൾ തയ്യാറാക്കുന്നുള്ള കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി പ്രിന്റ് മീഡിയയ്ക്ക് കൂടുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ വായിക്കാറുണ്ടോ പത്രം? ഏതൊക്കെ പത്രം വായിക്കാറ്? ദേശാമാരി വായിക്കാറുണ്ട്. പിന്നെ മാധ്യമം. ഈ പത്രം എവിടെ നിന്നാണ് വായിച്ചു തുടങ്ങേണ്ടതെന്ന് അറിയോ? എവിടെ നിന്നാ? മുഖപ്രസംഗത്തിൻ്റെ പേജിൽ അതിൻ്റെ എഡിറ്ററുടെ പേരുണ്ട്. അവിടെ നിന്ന് അറിയാം ആ പത്രത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത്. ദേശാഭിമാനിയിൽ ഓരോരുത്തർക്കും ഓരോ പാർട്ടി പ്രവർത്തനങ്ങളും പാർട്ടി പത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പത്രം വായിക്കുന്നതിന് പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താ? ശരി, പോട്ടെ. നല്ലൊരു ബൊഫേ പാർട്ടിക്ക് വായിച്ച് എന്താ ചെയ്യുക? ഇഷ്ടമുള്ളത് വായിച്ചാൽ മതി അല്ലേ? നമുക്കിഷ്ടമുള്ളത്. ഈ സത്യാനന്തര കാലം എന്ന് കേട്ടിട്ടുണ്ടോ? 2016 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യുടെ വാക്കായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു പോസ്റ്റ് ട്രൂത്ത് എറ. കേട്ടിട്ടുണ്ടോ? യഥാർത്ഥ സത്യം വൈകാരിക പ്രകടനങ്ങളുമൊക്കെ ആയിട്ട് യഥാർത്ഥ സത്യം ഒന്നുണ്ടെങ്കിലും അതിനെ മാറ്റിമറക്കുന്ന രീതിയിൽ ചില പ്രചാരം. ഉദാഹരണത്തിന് നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പാകിസ്ഥാൻ്റെ പതാക, അദ്ദേഹത്തിൻ്റെ സമ്മേളനങ്ങളിൽ പാകിസ്ഥാൻ്റെ പതാക പാറിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണം നടന്നു. അത് പാകിസ്ഥാൻ്റെ പതാകയല്ല, അത് ആരുടെ പതാക? മുസ്ലിം ലീഗിൻ്റെ പതാകയായിരുന്നു. ഉത്തരേന്ത്യയിൽ വലിയ തോതിലത് ചർച്ചയായി. കേരളത്തിൽ പോയി രാഹുൽ ഗാന്ധി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോയിട്ട് പാകിസ്ഥാൻ്റെ പതാക പാറിച്ചു എന്ന് പറഞ്ഞു. ഇത് സത്യമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ സത്യമെന്ന രീതിയിൽ അത് വിശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകളുടെ ഒരു വലിയ ലോകമാണ് ഇന്ന് മാധ്യമ ലോകം നേരിടുന്നത്. ഓരോരുത്തർക്കും ഓരോ അജണ്ടയുണ്ട്, അവരതിനനുസരിച്ച് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാലത്ത് സത്യം കൃത്യമായി അവതരിപ്പിക്കുക, അത് നിഷ്പക്ഷമായിട്ടും കൃത്യമായിട്ടും അവതരിപ്പിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് എൻ്റെ മുമ്പിലുള്ള നിങ്ങളെപ്പോലെയുള്ള ജേർണലിസ്റ്റുകളുടെ, ആവാൻ ആഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്വം. നമ്മളീ പറയുമല്ലോ, വെളുത്ത എഡിറ്റർമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഡെസ്കുകളിൽ നിന്ന് മാറി സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ. എപ്പോഴും ഞാൻ വയനാട്ടിലായിരിക്കുന്ന സമയത്ത് ആദിവാസി ദളിത് ഇഷ്യൂസൊക്കെ ഒരുപാട് ചെയ്യായിരുന്നു. അപ്പോൾ പല ആളുകളും പറയുന്ന സാധനങ്ങൾ അവർ രക്ഷപ്പെടില്ല എന്ന് പറയും. പക്ഷേ ഈ ഉന്നതി എന്നൊക്കെ പറഞ്ഞ പ്രോജക്റ്റ് വഴി ഒരുപാട് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആദിവാസി പെൺകുട്ടികൾ പൈലറ്റുമാരായിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പൊതുവെ, നല്ല വാർത്തകളൊന്നും, പോസിറ്റീവ് സ്റ്റോറീസ് ഒന്നും പൊതുവെ നമ്മളങ്ങനെ കാണാറില്ല. എപ്പോഴും ഈ നെഗറ്റീവ് സ്റ്റോറികളോട് നമുക്ക് പോലും അറിയാത്ത ഒരുപാട് ഇതുണ്ട്. പിന്നെ ഈ പത്രപ്രവർത്തനം എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള ജോലിയാണ്, ഭയങ്കര കൗതുകമാണ്. ഇന്ന് എന്ത് ജോലി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാം. ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് രസമുള്ള അനുഭവങ്ങളും കൗതുകങ്ങളും. അപ്പോൾ ഞാനൊരിക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വൈകുന്നേരത്ത് ഒരു ഫോൺ വരുന്നു. നമ്മുടെ വരയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കണ്ടാമൃഗത്തിന് പുഴയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് വയനാട് കണ്ടാമൃഗം കേരളത്തിലില്ല, ഒരിക്കലും അത് വയനാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊന്ന് വിളിച്ച് അവിടുത്തെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് ചോദിച്ചു, ഒരിക്കലും കേരളത്തിൽ കണ്ടാമൃഗം. അപ്പോൾ ഞാൻ എൻ്റെ സോഴ്സിനെ ഞാൻ വിളിച്ചു, ചേട്ടാ കണ്ടാമൃഗം കേരളത്തിൽ ഇല്ലല്ലോ, ഇന്ത്യയിലെ അസമിലോ മറ്റോ അല്ലേ ഉള്ളൂ, ഇല്ലല്ലോ എന്ന്. അല്ല സോറി സാർ, അത് കണ്ടാമൃഗമല്ല, ഹിപ്പോപ്പൊട്ടാമസാന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയും, ഹിപ്പോപ്പൊട്ടാമസ് എന്തായാലും അത് എനിക്കൊന്ന് ഹിപ്പോപ്പൊട്ടാമസ് ഇന്ത്യയിൽ പോലും ഇല്ല, ആഫ്രിക്കയിലൊക്കെ ഉള്ളൂ. സംഭവം സത്യം. അയാൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. വരയാൽ പുഴയിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുന്നു. ഇന്നത്തെ എയുടെ കാലമല്ല,
അന്ന് മോർഫീത കൃത്യമായിട്ട് അറിയുന്ന കാലമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ മുമ്പ് നമ്മുടെ സർക്കസുകളിൽ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. ഒരു കാലത്ത് അത് നിരോധിച്ചു. സിംഹം ഒക്കെ എല്ലാത്തിനെയും നിരോധിച്ചു. അന്ന് വരയാലിൽ ജമിനി ശങ്കരന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഒരു എസ്റ്റേറ്റിനകത്ത് ഇതിനെ കൂട്ടിലിട്ട് വെച്ചു. അതിനകത്തൊരു കിണറിനകത്തായിരുന്നു ഈ ഹിപ്പോപ്പൊട്ടാമസിനെ സൂക്ഷിച്ചിരുന്നത്. ആ ഹിപ്പോപ്പൊട്ടാമസ് വെള്ളം വന്നപ്പോൾ പുഴയിലേക്ക് ചാടി പുഴയിലോട് ഒഴുകി വന്നു. സത്യമായിരുന്നു അത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ പുറത്ത് ദുഃഖാനോ എന്ന് പറഞ്ഞ ദിവസമായിരുന്നു. ദുഃഖാനോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദുഃഖാനോ തിരുനാൾ തോറാന എന്ന് പറയും. അതായത് 7 ആനപ്പൊക്കത്തിൽ വെള്ളം വരുന്ന ദിവസം. അപ്പം ഞങ്ങളന്നത്തെ സ്റ്റോറി ഇതായിരുന്നു, തോറാനയ്ക്ക് ആറാനയില്ല, ഒപ്പം പകരം ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞിട്ട്. ആ ഹിപ്പോപ്പൊട്ടാമസ് ചത്തുപോയി. അതിൻ്റെ ബോഡി ഇപ്പോഴും അവിടെ അവർ സംസ്കരിച്ച് അതിൻ്റെ സ്കെൽറ്റൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഇതേപോലെ ഒരു ദിവസം വൈകുന്നേരത്തിൽ രാവിലെ കർഷകർക്ക് നെല്ലിന് പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ചിറ്റൂർ നിൽക്കുന്ന സമയത്താണ് മാവോയിസ്റ്റ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അങ്ങോട്ട് പോകാൻ പറയുന്നു. മാവോയിസ്റ്റ് വെടിവെപ്പ് ഉണ്ടാക്കുന്നു. ഒന്നും കടത്തിവിടുന്നില്ല. 3 മാവോയിസ്റ്റുകൾ മരിച്ചു. 4 മാവോയിസ്റ്റ് വെച്ച പല ഭാഗത്തിൻ്റെ രാത്രി പോകുന്നു. അന്ന് രാത്രി അവിടെ തങ്ങേണ്ടി വരുന്നു. തിരിച്ചു വരാൻ പറ്റില്ല, അട്ടപ്പാടിയിലായിരുന്നു. പിറ്റേന്ന് രാവിലെ ഈ ഇൻക്വസ്റ്റിന് പോയ പോലീസ് സംഘത്തിനൊപ്പം ഞങ്ങൾ കയറിപ്പോയി. പോലീസ് ഞങ്ങളോട് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തിരിച്ച് മാവോയിസ്റ്റുകൾ വെടിവെക്കുന്നു. ഞങ്ങൾ പോയെന്ന് ഞങ്ങൾക്കൊക്കെ വെടിയുണ്ടതിന് ആ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. രാവിലെ നെല്ലെടുക്കാൻ പോയ ആളുകളാണ്, വൈകുന്നേരത്ത് മറ്റൊരു ജോലിയാണ്. പലപ്പോഴും ബാബു മല കയറിയ കഥ അറിയില്ലേ നിങ്ങൾക്ക്? ഈ ബാബു മല കയറി, ഞാനത് സൺഡേ ചെയ്തതാണ്. അപ്പോൾ ബാബു മല കയറി പിറ്റേന്ന് രാവിലെ ബാബുവിനെ 24 ചാനലുകാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. 24 ചാനലിനകത്ത് വെച്ച് ബാബുവിനെ അന്ന് കൊണ്ടുവന്ന സമയത്ത് 24 ചാനലിൽ മാത്രമായിട്ട് ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി ബാബുവിനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും, അവിടെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കരുത് പറഞ്ഞു. ഇതറിഞ്ഞ മാതൃഭൂമിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിറ്റേന്ന് അവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് പോയി കാവൽ കിടന്നു. അങ്ങനെ ഞങ്ങൾ കടത്തിവിടും, ഞങ്ങളുടെ ബാബുവിനെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അവിടെ കിടന്നിട്ട് ഭയങ്കര പ്രശ്നം. ചാനലുകാർ പ്രശ്നം, ബാബുവിനെ വിളിച്ചിരുന്നു, ബാബുവിനെ ഇങ്ങോട്ട് വിളിക്കുന്നു. പിറ്റേന്ന് എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ നാണക്കേടുണ്ട്. ഞങ്ങളോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, എന്തായിരുന്നു ബാബു ആ സമയത്ത് ആലോചിച്ചത്? ഞാൻ പത്രസമ്മേളനത്തിൽ ബാബുവിനോട് ചോദിച്ചു, ബാബു അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണല്ലോ, എന്തായിരുന്നു അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, മരിക്കോ ജീവിക്കാമെന്ന് അറിയാത്തവ എന്താലോചിക്കാനാണ്, ഭക്ഷണം പോലും ഇല്ലാന്ന് പറഞ്ഞു. ബാബുവിനെ വെച്ചാൽ ബാബുവിനെ കൊണ്ട് കുറേ കാലം ഞങ്ങൾ സാമ്പാർ, ഉപ്പേരി, ബിരിയാണി ഒക്കെ ഉണ്ടാക്കി. അവസാനം ബാബു മരിച്ചു. ചില വാർത്തകൾക്കൊക്കെ ഇത്ര ആയുസ് ഉണ്ടാവുള്ളൂ. നമ്മൾ ആ കഴിഞ്ഞ സമയത്ത് കുന്തിരിക്കത്തിൽ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിങ്ങനെ പഴയ വാർത്തകളൊക്കെ, ഇപ്പോൾ സ്വപ്ന നായർ, സരിത നായർ, എത്ര പെട്ടെന്നല്ലേ നമ്മൾ വാർത്ത, ഒരു നല്ല ഓർക്കുന്ന വാർത്തകളൊക്കെ നിലനിൽക്കും. അതേസമയം ചില വാർത്തകൾക്ക്, തട്ടിക്കൂട്ടിയ വാർത്തകൾക്ക് അത്രേ ആയുസുള്ളൂ. നല്ല വാർത്തകൾ എന്നും നിലനിൽക്കും. ഓക്കെ, മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് മംഗളം പാടാം അല്ലേ? സന്തോഷം. ഈ പേടി ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു. അതായത് മറ്റൊരു കാര്യം നിങ്ങളോട് ഡിസ്ക്ലൈമർ പറയണം. ഞാൻ പഠിപ്പിച്ച് എനിക്ക് ശീലമില്ല കേട്ടോ. അപ്പോൾ ഈ സബ്ജക്റ്റിലൊക്കെ വെച്ച് സംസാരിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇവരൊക്കെ എത്രയോ വർഷത്തെ അധ്യാപന പരിചയമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ മനുഷ്യന്മാരായിട്ട് ഇത്ര നേരം സംസാരിക്കാറ് പോലും ഇല്ല, ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒഴുക്ക് തോന്നിയിട്ടുണ്ടാവില്ല, സോറി. പേടി ന്യൂസ് എന്ന് പറയുന്നതേ, ശരിക്കും പേടി ന്യൂസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു വാർത്ത പ്രതിഫലം മേടിച്ച് മദ്യമാവാം, പണമാവാം, ലഹരിയാവാം, മറ്റ് സുഖങ്ങളാവാം, ഇതൊക്കെ മേടിച്ച് ചെയ്യുന്നതാണ് പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്നത്. അത് പാടില്ല, തെറ്റാണ്. ഒരാൾക്ക് നമ്മൾ അംഗീകാരം പേടിക്കാം. പക്ഷേ ഇപ്പോൾ പെയ്ഡ് ന്യൂസുകൾ പല തരത്തിൽ വരുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. അഡ്വർട്ടോറിയൽ എന്ന് പറഞ്ഞൊരു മനോഹരമായ ഭാഷയിൽ ഇപ്പോൾ പെയ്ഡ് ന്യൂസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പം ഞാൻ ബോബി ചെമ്മണ്ണൂരാണ്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരാണെന്ന് വയ്ക്കുക. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ബോബി എന്നോട് പറയുകയാണ്, രമേശ് ഞാൻ നിനക്കൊരു 5 ലക്ഷം രൂപ തരാം, നീ ഒന്ന് പൊക്കി എഴുതണമെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റില്ല. പക്ഷേ ബോബി അത് പരസ്യക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നത് ബിസിനസ് തിരക്കിനിടയിലും ശ്രദ്ധേയനാവുന്ന ബോബി എന്നൊക്കെ പറഞ്ഞൊരു ഫീച്ചറൊക്കെ ആയി വരുന്നത്, അത് സത്യത്തിൽ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് എഴുതേണ്ടി വരാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥാപനം എന്ന് പറഞ്ഞത് ബിസിനസ്സും വ്യക്തി എന്ന് പറഞ്ഞത് ഒരു സേവനമാണ്. പലപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ബിസിനസ് പെയ്ഡ് ന്യൂസുകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും നമ്മൾ ഒരു പ്രതിഫലം വാർത്ത പണമായിട്ടോ മറ്റോ ആയിട്ടോ മേടിക്കരുത്. അത് വളരെയധികം ഇപ്പോൾ എന്താ സംഭവം അറിയാം, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം മാധ്യമങ്ങളും ആരുടെ കയ്യിലറിയോ? നമ്മുടെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്. ഇപ്പം നിങ്ങൾ
ഒരു സാധനം അവരെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അത് ആ സാധനം മേടിക്കുക, പത്രം മേടിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നാളെ റിലയൻസിൻ്റെ ഒരു അഴിമതിയെക്കുറിച്ച് എഴുതുമ്പോൾ അവർ പറയണ അങ്ങനെയാണെന്ന്, പിന്നെ ഞാൻ ഈ പത്രം അങ്ങ് മേടിച്ച് കളയാമെന്ന് പറയുക. പല തരത്തിലും പെയ്ഡ് ന്യൂസുകൾ വരുന്നുണ്ട്. അത് ഇന്ന് മീഡിയ, ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഈ സമൂഹ മാധ്യമ മേഖല നേരിടുന്ന വലിയ പ്രശ്നം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളത്തിലെ എല്ലാ വിഭാഗക്കാർക്കും പത്രങ്ങളുണ്ട്. അതും ഇപ്പോൾ ദേശാഭിമാനി ഞങ്ങളെപ്പോഴും തമാശയായിട്ട് പറയും, ഒരു കോൺഗ്രസ്സുകാരനെ CPM കുത്തിക്കൊന്നു. അപ്പോൾ മനോരമയും മാതൃഭൂമിയൊക്കെ ഇങ്ങനെ CPM കോൺഗ്രസ്സുകാരനെ കുത്തിക്കൊന്നു എന്ന് പറയുക. ദേശാഭിമാനിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എഴുതും, ഇങ്ങനെ രണ്ട് കോൺഗ്രസ്സുകാർ സംഘടിച്ചെത്തിയ കോൺഗ്രസ്സുകാർ CPMകാർക്ക് നേരെ അക്രമമായി ചെന്നു. ഇതിനിടയ്ക്ക് സജീവൻ മരിച്ചു എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് മരിച്ചെന്ന് വെച്ചാൽ എന്തോ വണ്ടിമുട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു എന്നുള്ള രീതിയിലാണ് എഴുതുക, ഈ പറയുന്ന പോലെ. അപ്പോൾ ഓരോ പത്രങ്ങൾക്കും ഓരോ താല്പര്യങ്ങൾക്കും ചാനലുണ്ട്. ഇപ്പോൾ തന്നെ BJP അടുത്ത കാലത്ത് അവരുടെ കയ്യിൽ ജന്മഭൂമി പത്രം പൊതുവെ BJP അനുകൂല നിലപാടുള്ളതാണ്. അത് പോരാ എന്ന് പറഞ്ഞിട്ട് മംഗളം ഏറ്റെടുക്കാനൊരു ശ്രമം നടന്നു. അത് പിന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തി, അത് നടന്നില്ല. പിന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രം, ചന്ദ്രിക എന്ന് പറഞ്ഞ പത്രം മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പത്രമാണ്. പക്ഷേ സമസ്തയ്ക്ക് പറ്റില്ല എന്നുള്ളൊരു സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രം ഇറങ്ങി. പക്ഷേ കേരളത്തിലൊരു കാര്യം എന്താ വെച്ചാൽ, ലോകത്തെ എല്ലാവരുടെയും പ്രിൻറ്റ് മീഡിയ മോശമാണെങ്കിൽ കേരളത്തിൽ നല്ല പുരോഗതിയാണ് പ്രിൻറ്റ് മീഡിയയ്ക്ക് എന്ന് പറഞ്ഞാൽ. വായനയുടെ എണ്ണം കൂടുന്നു. അത് ഈ ലെഗസി ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും, ലെഗസി മീഡിയ എന്നൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും. ഒരിക്കൽ പോലും പെയ്ഡ് ന്യൂസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറരുത്. പണം കൊടുത്ത് വാർത്ത എഴുതുക എന്നുള്ളത് ഒരാളെക്കുറിച്ച് നമുക്കൊക്കെ ഒരുപാട് ഫീൽഡിൽ പോകുമ്പോൾ അനുഭവം. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പൈസയൊക്കെ ചുരുട്ടിത്തരും, അവിടെ മേടിക്കാറുണ്ട് അത്രേ. ഈ പത്രക്കാർ വാർത്തയൊക്കെ എഴുതിയ ശേഷം അവർ വാർത്തയ്ക്ക് വേണ്ടി പൈസ മേടിക്കുന്ന സ്വഭാവമാണ്. പെയ്ഡ് ന്യൂസ് വലിയ അപകടമാണ്. നിങ്ങളൊക്കെ ആ പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ആക്കുക. നിങ്ങളൊക്കെ എഴുതുക കേട്ടോ കുട്ടികളെ, കൊച്ചു കാര്യങ്ങൾ എഴുതുക, വലിയ സാഹിത്യമൊന്നും വേണ്ട. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, പോയ കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെ വിഷയങ്ങൾ നോക്കുക. നിങ്ങൾ എന്തൊക്കെ അനുഭവം, ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വിവേചനം തോന്നാറില്ലേ? നിങ്ങളുടെ നാട്ടിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാറില്ലേ? രാത്രി വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഇരുട്ട് പിടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എപ്പോഴെങ്കിലും പഞ്ചായത്ത് ഓഫീസിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഇരുട്ടാണ്, ഒരു വിളക്ക് വെച്ചുകൊണ്ടെന്ന് ചോദിക്കാറുണ്ടോ നിങ്ങൾ? ജില്ലാശുപത്രിയിൽ പോകുന്ന സമയത്ത് ഡോക്ടർമാർ തോന്നിയ സമയത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല ഒരു കത്ത് എഴുതിയത് DMOയ്ക്ക് കൊടുക്കണമെന്ന് തോന്നിയിട്ടില്ലേ? ഇപ്പം ഞങ്ങൾ മലയാള മനോരമ കലക്ടർക്ക് കത്ത് എഴുതാന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വെച്ച് എത്ര കത്തുകളാണ് വരുന്ന അറിയോ? പേന കൊണ്ട് എഴുതി ശീലിക്കുക കേട്ടോ നിങ്ങളെല്ലാവരും. ഇപ്പം ഞാനൊക്കെ നേരിടുന്ന വലിയ പ്രശ്നമാണ്, ടൈപ്പ് ചെയ്ത് അക്ഷരമൊക്കെ മോശം. നമുക്കൊരു നൈസർഗികമായി നമ്മൾ പഠിച്ചൊരു കഴിവ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇന്നോട്ട് 1/2 പേജെങ്കിലും ഡെയിലി ഒരു 100-200 പേജിൻ്റെ നോട്ട് പുസ്തകം മേടിച്ച് 1/2 പേജെങ്കിലും നിർബന്ധമായിട്ട് എഴുതുക. ഭംഗിയായിട്ട് മലയാളം വായിക്കുക. പിന്നെ ലോകത്ത് ഇനിയുള്ള ലോകത്ത് മലയാളം കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് പറയല്ല, ഈ ലോകത്ത് എന്തുണ്ടായിട്ടും കാര്യമില്ല, ഭാഷ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഭാഷ ഇല്ലാതെ ഒരു കാര്യമില്ല. പ്രധാനമായിട്ട് ഭാഷ, അത് മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും. നിങ്ങൾ ഇപ്പം ഞാൻ ഈ ലോകത്തൊക്കെ വ്യവസായമൊക്കെ വളരുമ്പോഴും ഒരുത്തൻ നല്ലൊരു സാധനം കണ്ടുപിടിച്ച് അത് കൊള്ളാമെന്ന് പറയാൻ എഴുത്താനൊരു ഭാഷ വേണ്ടേ? അപ്പോൾ ജേർണലിസം മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട്. നിങ്ങളൊക്കെ നല്ല മാധ്യമപ്രവർത്തകരാവുക. മാധ്യമപ്രവർത്തകരായില്ലെങ്കിൽ തന്നെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കയ്യിലൊരു ആയുധം ഉണ്ടല്ലോ. ഓരോ മനുഷ്യന്മാരും ഓരോ എഡിറ്റർമാരാണെന്നല്ലേ പറയുക. ഈ ഇൻസ്റ്റാഗ്രാമിൽ എഴുതാനുള്ളൊരു സ്കോപ്പ് കുറവല്ലേ? ഈ ഫേസ്ബുക്ക് ഒരു തന്ത വൈബായി അല്ലേ? എത്ര പേർക്ക് ഫേസ്ബുക്ക് ഉണ്ട്? ഇൻസ്റ്റ ഉള്ള എത്ര പേരുണ്ട്? ഇതിപ്പോൾ ഞാനേ മറ്റേ ചാനലുകളിൽ ചെയ്യുന്ന പോലെ പത്രം വായിക്കുന്ന എത്ര പേരുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയും ഇതും കൂടെ ക്ലിപ്പ് ചെയ്ത് ചാനലുകൾ കൊടുക്കുന്ന പോലെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എഴുത്തിൻ്റെ സാധ്യത കുറവാണ്. നമ്മുടെ കഴിവുകളൊന്നും നഷ്ടപ്പെടുത്തരുതെന്ന്. കാരണം എന്തറിയോ, നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ്. എഴുതി ശീലിച്ച് നോക്കുക, കയ്യിൽ ഭയങ്കര ഇതായിരിക്കും. ആളുകളായിട്ട് സിനിമ കണ്ട കൂട്ടുകാരികളോട് കഥ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ സംസാരിക്കാറുണ്ടോ വല്ലാതെ? അതോ കൂടുതൽ സംസാരിക്കുന്നതാണോ? ക്ലാസ് എടുക്കുമ്പോൾ പേരെഴുതി വെക്കുന്ന ശീലമുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ വർത്താനം പറയുമ്പോൾ പേരെഴുതി വെക്കും അല്ലേ? പിന്നെ മനോരമ ഈ ജേർണലിസത്തിലുള്ള കോഴ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് PGക്ക് ശേഷം സാധാരണ പത്രങ്ങൾ അവരുടെ ക്ഷണിക്കും.
മലയാള മനോരമ സബ് എഡിറ്റർ ട്രെയിനിങ് പരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ അപേക്ഷ അയക്കുക. എല്ലാ ചാനലുകളുടെയും വെബ്സൈറ്റിൽ വരാറുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് പ്രധാനമായിട്ട് വേണ്ടത് ജനറൽ നോളജാണ്. അതിലാണ് നിങ്ങൾക്ക് പ്രശ്നം വരിക. ജനറൽ നോളജ് എന്ന് വെച്ചാൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതറിയണം. അപ്പോൾ ജനറൽ നോളജിനുള്ള പണി ബാക്കിയെല്ലാം നടക്കും. ഈ നമ്മുടെ പണ്ടത്തെ ഒരു സങ്കല്പം, ഞങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് പരിശീലനം തന്നിരുന്നു. ചാനലിലും കൂടി മനോരമ ചാനൽ തുടങ്ങുമ്പോൾ റിപ്പോർട്ടേഴ്സിൻ്റെ ചാനൽ. അപ്പോൾ അന്ന് റിച്ചാർഡ് ഐഡ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വിദേശത്തു നിന്നുള്ള കൺസൾട്ടൻസിയാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ ചാനൽ സംബന്ധിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കണം. അപ്പോൾ അന്ന് മണ്ടത്തരം വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ ഫണ്ടാസ്റ്റിക് എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവർക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ആലോചിച്ച് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങളൊന്നും ചാനലിൻ്റെ പണിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജനറൽ നോളജ് വേണം കേട്ടോ. നമുക്ക് ഭാഷ അറിയുക, ലോകപരിജ്ഞാനം അറിയുക, പിന്നെ ഈ മറ്റേ മണക്കാനുള്ളൊരു കഴിവ് അതുണ്ടായിക്കോളും. അതുണ്ടെങ്കിൽ പിന്നെന്താ ജേർണലിസം കൊടുക്കുക. ഇപ്പോൾ അത് MA മലയാളം പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജേർണലിസം പഠിക്കാം. പക്ഷെ പ്രധാനമായിട്ട് ഇപ്പം ഞാൻ ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞ ഈ ലഡു ഉണ്ടല്ലോ, ലഡുവിൻ്റെ അറ്റത്തൊരു മുന്തിരിയില്ലേ, അതെന്തിനാ? ഒരു ഭംഗിക്ക്, ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ കഴിവുണ്ടായാൽ മതി, അതിന് ഭാഷ എന്ന് നോക്കണ്ട. നന്നായിട്ട് എഴുതുക, നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് എഴുതുക എന്നല്ല, നന്നായിട്ട് നിരീക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെ കൗതുകങ്ങളുണ്ട്. ഞാൻ ഈ ടീച്ചർ ഇപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ ടീച്ചറോട് ഒരു PhD ചെയ്ത സബ്ജക്റ്റ് എന്ന് ചോദിച്ചിരുന്നു. നാളെ വൃത്തത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളിപ്പോൾ ആ ടീച്ചറെ നമ്മൾ വിളിക്കും. കലക്ടർ ചിത്രമുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ഈ ചിത്രമേളയൊക്കെ ഫേസ്ബുക്കിൽ എഴുതും, ഭയങ്കര രസമായിട്ട് എഴുതും. അപ്പോൾ ഈ ചിത്രമേളത്തിനോട് ഒരിക്കൽ ഞാൻ പോയി ചോദിച്ചു, മേളം ഇങ്ങനെയൊക്കെ എഴുതും, എനിക്കൊരു സാധനം എഴുത്തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആളുകൾ തുപ്പുന്നതിനെ കുറിച്ചിട്ട് ചെറിയ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെ നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെ തുപ്പും, ഹോട്ടലിൽ പോയ വൃത്തിയില്ല, ബഹളം ഉണ്ടാക്കും. മാഡം അതേക്കുറിച്ചൊരു സാധനം എഴുതി തന്നിരുന്നു, ഒരു ചെറിയ സബ്ജക്റ്റ്, പക്ഷേ നല്ല രസമായിട്ട് എഴുതി. ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരുടെ ഇപ്പം ഞങ്ങളവിടെ അത് ഞാൻ ടീച്ചർ പറയാം, നമുക്ക് ഈ കോളേജുകളുടെ ക്യാമ്പസിലെ കുട്ടികളുടെ എഴുത്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും വരണം കേട്ടോ. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സാഹിത്യ ശില്പശാല കുമാരനാശാൻ്റെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വനിതകളുടെ ഇടയ്ക്കിടയ്ക്ക് മനോരമ അങ്ങനെ ഒരു പരിപാടി നടത്തി, ഞാൻ അയച്ചു തരാം. സത്യത്തിൽ അങ്ങനെയുള്ള പിള്ളേരെ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചില ടീച്ചർമാരോടൊക്കെ പറഞ്ഞ ടീച്ചർമാർ വടി എടുത്തിട്ട് പിള്ളേരെ കൊണ്ടുവരും. ആ പിള്ളേരോട് നമുക്ക് തന്നെ സങ്കടം തോന്നും, കാരണം ആ പിള്ളേർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. ആ പിള്ളേരെ കൊണ്ടുവന്ന് നിർബന്ധം വരുത്തും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഈ കോപ്പി റൈറ്റിങ്ങിനൊക്കെ എന്താ പൈസ അറിയുമോ? ഇപ്പം നമ്മൾ ഏതോ സിനിമയിൽ, വന്ദന സിനിമയിൽ വേറെവർ യു ഗോ ഐ ആം ഹിയർ എന്ന് പറയുന്ന പോലെ, ഈ കേരളം കണി കണ്ടിരുന്ന നന്മ നിങ്ങളാണ് കണ്ടുപിടിച്ചത്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ പൈസ കിട്ടും. നിങ്ങളെ ഇപ്പോൾ മോഹൻലാലിൻ്റെ എന്താ പുതിയ പരസ്യത്തിൽ പറയുന്നത് എന്താ, സ്വർണം ആരും കൊതിച്ചു പോകും. ഈ ആരും കൊതിച്ചു പോകുന്ന എഴുതിയവൻ ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മനോരമയുടെ പരസ്യങ്ങൾ തമ്മിൽ ഒടിയൻ ശ്രീകുമാർ പലതും ചെയ്യുന്നുണ്ട്. പരസ്യരംഗത്ത് സിമ്പിളായിട്ടും തമാശ പറയുന്നവർക്കൊക്കെ റേഡിയോ ജോക്കി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ബെസ്റ്റ് പ്രൊഫഷണൽ. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി കുറച്ച് അഡൽട്ട് കണ്ടൻ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്റ്റോറി ടെല്ലറെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലീന ഒളപ്പമണ്ണ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലിങ് ഭയങ്കര സ്കോപ്പുള്ള കാര്യമാണ്. നന്നായിട്ട് കഥ പറയാൻ അറിയെങ്കിൽ ലീന ഒളപ്പമണ്ണ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഒളപ്പമണ്ണ കവിയുടെ ഒരു ബന്ധുവാണ്. ലീനയുടെ പരിപാടി കഥ പറഞ്ഞു കൊടുക്കുക. ഈ കഥ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കഥ, പൂച്ചയുടെ, നായയുടെ, നിങ്ങൾക്ക് തമാശ തോന്നും. ദ സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊരു സിനിമയുണ്ട്, ഒരു ഹിന്ദി സിനിമ. അതിലൊരു പ്രായമുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ്. ആ മനുഷ്യൻ ഒരു കഥ പറയാൻ വേണ്ടി ഒരു പ്രായമുള്ള ഒരു ബിസിനസ്സുകാരൻ ആ മനുഷ്യനെ വിളിക്കുക. അയാൾക്ക് ഉറക്കമില്ല, കഥ പറഞ്ഞു കൊടുക്കണം. വളരെ മനോഹരമായ സിനിമയാണ്. ജേർണലിസത്തെ പോലെ തന്നെ വിഭാഗമാണ് സ്റ്റോറി ടെല്ലിങ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന കുട്ടികൾ സ്റ്റോറി ടെല്ലിങ്ങിന് പോകും. അതാകുമ്പോൾ പിന്നെ ജനറൽ നോളജൊക്കെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ലാൽ സലാം, ശരി.